ഇപ്പോൾ ഇന്നത്തെ വർത്തമാന പത്രങ്ങൾ കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പ്രശ്നങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മനോരമ പത്രത്തിലെ ഒരു പേജിൽ വന്നിരിക്കുന്ന വാർത്തകൾ വായിച്ച് കേൾപ്പിക്കാം. ഒന്ന് പഴയ കേസാണ്, ഗൃഹനാഥൻ്റെ കൊലപാതകം, മകളടക്കം 3 പേർക്ക് ജീവപര്യന്തം. അതൊരു പഴയ കേസാണ്. ഇപ്പോഴത്തെ ഒരു ആനുകാലിക 2013 ഫെബ്രുവരി നടന്നതാണ്. അതുകൊണ്ട് അത് നമ്മൾ കണക്കാക്കണ്ട. മറ്റ് ചെന്നൈയിൽ നിന്നുള്ളതാണ്. അമ്മയെ മർദ്ദിച്ച അച്ഛനെ 15കാരൻ കുത്തിക്കൊന്നു. അത് കേരളത്തിലതല്ല എങ്കിൽ പോലും പൊതുവായ ഇന്ത്യയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ റിപ്പോർട്ട് ചെയ്ത് വരാവുന്ന ഒരു കേസാണ്. മകൻ മരിച്ച് 99-ാം നാൾ അച്ഛനും മരിച്ചു. അത് 90 വയസ്സുള്ള ആളാണ് മരിച്ചത്. അത് കഴിഞ്ഞിട്ട് മകൻ മരിച്ചതിൻ്റെ 90-ാം നാളാണ് അച്ഛൻ മരിക്കുന്നത്. മകൻ നേരത്തെ ഹൃദയാഘാതം മൂലം മരിക്കുകയായിരുന്നു. അതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കാവുന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മരണങ്ങളുടെ മൊത്തത്തിലുള്ള റിപ്പോർട്ട് വായിക്കുകയാണ്. ആസിഡ് ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു, ഭർത്താവ് അറസ്റ്റ്. അത് സേലമാണ്. അതിപ്പോൾ തമിഴ്നാട്ടിൽ സിമിലറായിട്ടുള്ള 2 കേസസ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആസിഡ് ആക്രമണം, കുത്തിക്കൊല, ഈ കുറച്ചുകൂടി പറഞ്ഞില്ലേ, നേരത്തെ ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ എന്തെങ്കിലും ഉലച്ചിൽ തട്ടുമ്പോൾ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുകയും അത് വളരെ യാദൃശ്ചികമായിട്ടുണ്ടാകുകയും മരിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ കരുതിക്കൂട്ടി ഈ തരത്തിലുള്ള ഒരു കൺസ്പയർഡ് ആയിട്ടുള്ള ഒരു ആക്രമണവും ആസിഡ് ഒഴിച്ചു കൊല്ലൽ മുതലായിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ, അതിൻ്റെയൊക്കെ രീതി നമ്മളിപ്പോൾ ഈ ഇതിനെ പറ്റിയൊക്കെ ചില കലാപങ്ങളെ പറ്റിയൊക്കെ വായിക്കുമ്പോൾ ഗോത്രായെ പറ്റിയോ അല്ലെങ്കിൽ വേറെ ചില ഇതിനെ പറ്റിയൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ആ ഒരു മനുഷ്യൻ്റെ തല വെട്ടിയെടുത്തൊരു കുന്തത്തിൽ കുത്തി നിർത്തി എന്നൊക്കെ വായിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ക്രൗര്യത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. അത്തരത്തിൽ പോകുന്നൊരവസ്ഥ ഈ മരണങ്ങളിലൊക്കെ ഉണ്ട്. ഭർത്താവ് മരിച്ചു, 16-ാം നാൾ ഭാര്യയും മരിച്ചു. അത് വേറൊരു കാര്യമാണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായ മരണം, ബസ്സിടിച്ച് ബൈക്കിൽ നിന്ന് വീണ സ്ത്രീ മരിച്ചു. അത് നിയന്ത്രണം വിട്ട് ഓട്ടോ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. കാണാതെ പോയ യുവതിയെ കണ്ടെത്താനായിട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആ യുവതിയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ഗൃഹനാഥനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അപ്പോൾ ഇത്രയും ന്യൂസുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്ക് രാജ്യത്ത് പൊതുവെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വാഭാവിക മരണങ്ങളുടെ 1-2 കേസുകൾ അതിനകത്തുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള കേസുകളൊക്കെ തന്നെ വളരെ ഈ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു സാധാരണഗതിയിൽ ആളുകൾ തമ്മിൽ ഉണ്ടാകാവുന്ന ഒരു വൈരാഗ്യത്തിലുണ്ടാകുന്നതിനപ്പുറം ഒരു ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊല്ലുക, ആസിഡ് ഒഴിച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നത് ആ തരത്തിൽ അതിൻ്റെ ആ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സർക്കാരുകൾ വളരെ കൃത്യമായി രൂപപ്പെടുത്തിയ ഒരു ഗാർഹിക കാലാവസ്ഥയുണ്ട്. ആ ഗാർഹിക കാലാവസ്ഥയിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഉലയുന്ന തരത്തിൽ എന്തോ ഇതിൽ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കുടുംബത്തിൻ്റെ പ്രധാന അടിസ്ഥാനം എക്കോണമിയാണ്. ആ എക്കോണമിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ആ തരത്തിൽ ഈ സംഘടനകൾ നടത്തുകയും ഭർത്താവിന് ഭാര്യ ഇല്ലാതായി തീരുകയും ഭാര്യയ്ക്ക് ഭർത്താവിനില്ലാതായി തീരുകയും ഭർത്താവിന് വിഷം കൊടുത്ത് കൊല്ലുന്നു കാമുകനും അങ്ങനൊരു കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ ധാരാളമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ വളരെ ഗൗരവത്തോടെ പരിഗണിക്കണം. നമ്മൾ ഈ ആളുകളെ കൂടുതലായിട്ട് ഈ ഒരു കംപ്രസ്ഡ് സിറ്റുവേഷനിലാക്കുമ്പോഴേക്കും അവരുടെ തൊഴിലിടങ്ങൾ അപഹരിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും അവർ സാമ്പത്തികമായ ഒരു അസ്ഥിരതയിൽ ചെന്ന് പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്നുള്ള രീതിയിലാണ് ഈ തരത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെഹിക്കിൾ മൂവ്മെൻറ്റ് അത്രയ്ക്ക് പ്രാബല്യത്തിലായിട്ടില്ല. എന്നിട്ട് പോലും പണ്ടുണ്ടാകുന്ന മോട്ടോർ ആക്സിഡൻസിൻ്റെ അതേ തോതിൽ തന്നെ ഇപ്പോൾ ആക്സിഡൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വഴി തടഞ്ഞു നിർത്തി 2000 രൂപയൊക്കെ പിരിക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടായിട്ട് പോലും ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസവും ഇതിൻ്റെ അപകട മരണങ്ങൾ, വാഹനാപകട മരണങ്ങൾ പഴയ തോതിൽ തന്നെ, അതായത് ഏത് രോഗത്തെക്കാളും ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ മരിക്കുന്നത് വാഹനാപകടങ്ങളിലൂടെയാണ്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്.
അത് നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ടും എത്രയൊക്കെ നിയന്ത്രണങ്ങൾ അടിച്ചിട്ടും പിഴയടിച്ചിട്ടും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് കൂടി വരുന്നു എന്നുള്ളൊരു ഇതുണ്ട്. അത് വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ പഴയ കാലത്തെ അപേക്ഷിച്ചിപ്പോൾ നിരത്തിലിറങ്ങാറുള്ളൂ. എന്നിട്ട് പോലും അപകട മരണങ്ങൾ കൂടി വരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സാമൂഹ്യ മനഃശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശേഷിയുള്ളൊരു ഭരണ നേതൃത്വമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. തീർത്തും അനാവശ്യമായ കാരണങ്ങൾ പറഞ്ഞ് സാമൂഹ്യമായ ഉപരോധങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, അതായത് മനസ്സിനെ അവൻ ഒന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അവൻ്റെ മനസ്സിൽ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ഒരവസ്ഥ. എവിടെയാണ് തടഞ്ഞു നിർത്തുന്നത്, എവിടെയാണ് ചോദ്യം ചെയ്യുന്നത്, എവിടെയാണ് പോകേണ്ടത് വരേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് അവന് തന്നെ നിശ്ചയമില്ലാത്ത അവസ്ഥ, വീട്ടിൽ ചെന്നാലുള്ള അവസ്ഥ, ഇതൊക്കെ ഈ പറഞ്ഞില്ലേ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള ഒരു സ്കൂട്ടർ യാത്രക്കാരനായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയ വാഹനങ്ങളായിരിക്കും. അപ്പോൾ ആ തരത്തിൽ വാഹനാപകടം, വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നതിൻ്റെ തോത് വളരെയേറെ കുറഞ്ഞിട്ട് പോലും ആ പഴയ ഒരു ടോപ്പ് ലെവലിൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിനുണ്ടാകുന്ന ഒരു ആ ദൃഢതയില്ലായ്മ, അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ, ഒരു കേന്ദ്രീകരണം, ഓടിക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ലേ ഇൻവോളണ്ടറി ആയിട്ടാണെങ്കിലും നമ്മുടെ മനസ്സ് മറ്റെന്തിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാലും നമ്മുടെ മനസ്സ് ആ പറഞ്ഞില്ലേ ആ സ്റ്റിയറിംഗ് വീലും മനസ്സും തമ്മിലുള്ള ഒരു ബന്ധവും, അല്ലെങ്കിൽ നമ്മൾ ഈ ചവിട്ടുന്ന ആ കാലുകളും കൈകളും മനസ്സും അതിൻ്റെ ആ യന്ത്രസജ്ജീകരണവും തമ്മിലുള്ള ഒരു കോറിലേഷനുണ്ട്. ആ കോറിലേഷനിൽ വിഘടനം സംഭവിക്കുമ്പോഴാണ് അപകടങ്ങൾക്ക് സാധ്യത കൂടുന്നത്. ആ കോറിലേഷൻ എന്ന് പറയുന്നത് തകരുന്നത് നമ്മുടെ കുടുംബങ്ങൾ ചിത്രീകരിക്കപ്പെടുമ്പോഴോ സാമൂഹ്യ ജീവിതം ചിത്രീകരിക്കപ്പെടുമ്പോഴോ ആണ്. ആ തരത്തിൽ ഒരുപാട് മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതിനു വേണ്ടിയുള്ള കാരണം ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഈ തരത്തിൽ സാമൂഹ്യമായ ഒരു അസ്ഥിരതാബോധവും ഒരു ആപദ്ഭീതിയും, അങ്ങനെ മനസ്സിന് അതിൻ്റേതായ ഒരു കേന്ദ്രീകരണ ശക്തി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടാകാൻ വേണ്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല. വെറുതെ പറഞ്ഞുണ്ടാക്കിയ ഗവൺമെൻറ്റുകളാൽ ആസൂത്രിതമായ, ലോകമാസകലം ആസൂത്രിതമായ ഒരു വലിയ ഒരു പാൻഡമിക് എന്ന് പറയുന്ന ഒരു കടങ്കഥയുടെ മേൽ നമ്മൾ നിഴലിനോട് സമരം ചെയ്യുകയായിരുന്നു. നിഴലിനോട് സമരം ചെയ്യുകയെന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട്, മനോരമയുടെ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ എല്ലാം സുമാറാവും, ഇവിടെ എല്ലാം കുറയും. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ രോഗികളുടെ എണ്ണം 40,000 ആയി. എന്നാലും 10 ദിവസം കഴിഞ്ഞാൽ കോവിഡ് കുറയും. കോവിഡ് കുറയും എന്നുള്ളത് കൊണ്ട് ആയില്ലല്ലോ. അതായത് എണ്ണം കൂടുന്നത് പ്രസക്തമായ കാര്യമേ അല്ല എന്നാണ് ഇപ്പോഴത്തെ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഞാനിതിന് ഒരു ഡോക്ടർ സുരേഷ് കുമാർ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടാണ് ലേഖകൻ. അദ്ദേഹം ഈ രംഗമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ ഓരോന്നുമായിട്ട് നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ഗവൺമെൻറ്റിന് ഈ രോഗത്തെക്കുറിച്ച്, വാക്സിനെക്കുറിച്ച് എന്തുമാത്രം വ്യക്തമായ ധാരണകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഒരു അതോറിറ്റിയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടനാണ്. അപ്പം വെറുതെ അല്ല അവിടുത്തെ അവിടുത്തെ ആ ആശുപത്രിയെക്കുറിച്ച് കൂടുതൽ പരാതികൾ ഉണ്ടായത് എന്ന് നമുക്ക് ഈ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാവും. ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റെ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാവും എത്ര നിരുത്തരവാദപരമായിട്ടാണ് അദ്ദേഹം ഓരോ പ്രസ്താവനകളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ്. ഇത് ഈ അഭ്യൂഹ പ്രചരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തിൻ്റെ തന്നെ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഡോക്ടർ എസ് സന്തോഷ് കുമാറാണ്. അദ്ദേഹം പറയുന്നത്, നമുക്ക് വാക്സിൻ തരുന്നു. വാക്സിൻ തരുമ്പോൾ നിങ്ങൾ ഒന്നിൽ വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് വാക്സിൻ ഈ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണെന്ന് ആളെടുത്ത് പറയണം. അതൊരു സാമാന്യ മര്യാദയാണ്. വാക്സിൻ രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണെന്ന് പറയുമ്പോൾ അത് രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ളതല്ല. അത് നിങ്ങൾ എടുത്താലും വീണ്ടും രോഗം വരും. രോഗം വന്നാൽ നിങ്ങൾക്ക് ഡബിൾ ഇമ്മ്യൂണിറ്റി കിട്ടും, ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി കിട്ടും എന്നാണ് പറഞ്ഞത്. എടുത്തതിന് ശേഷം രോഗം വന്നാൽ അത്രയും നല്ലത് എന്നുള്ളതാണ് ഇതിൻ്റെ തീസിസ് എന്ന് നിങ്ങൾ ഇതുവരെ ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഗവൺമെൻറ് ഒരു ഒഫീഷ്യൽ റിലീസിലൂടെ പറയണ്ടേ
വാക്സിൻ നമ്മൾ 2 കോവിഷീൽഡും കോവാക്സിനുമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഗുണം എന്താണ്? ആദ്യം പറഞ്ഞതാണ് ഇതിൽ 15% പേർക്ക് രോഗം വരും, 85% പേർക്ക് രോഗം വരികയില്ല എന്നൊക്കെ ഉള്ളായിരുന്നു കണക്ക് കൂട്ടൽ. അത് കഴിഞ്ഞതിന് ശേഷം പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഏതാണ്ട് 20,000 പേർക്ക് ഇതിൻ്റെ ഡോസ് എടുത്തതിന് ശേഷവും രോഗം വന്നു എന്ന് റിപ്പോർട്ടുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് അഭിപ്രായം പറയാൻ ആളില്ലായിരുന്നു. അപ്പോൾ ഈ കോവാക്സിൻ വാസ് നോട്ട് ടെസ്റ്റഡ് ഓർ കോവിഷീൽഡ് വാസ് നോട്ട് ടെസ്റ്റഡ് ടു ദ മാക്സിമം ലിമിറ്റ്. ഒരു അഭിപ്രായം പറയാൻ വേണ്ട രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിപണിയാണ് പ്രധാനം, വിപണിയിൽ ഇറക്കിയ ഒരു വാക്സിനേഷനാണ്. ഇതുകൊണ്ട് വലിയ പ്രയോജനങ്ങളൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നതിൻ്റെ പച്ചയായ അർത്ഥം. ഞാൻ പറയാൻ അദ്ദേഹം തന്നെ എഴുതിയിരിക്കുന്നതാണ്. ഇപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ അൺഒഫീഷ്യലെന്നൊന്നും പറയാൻ പറ്റില്ല. ഇദ്ദേഹം ഈ വിദഗ്ധ സമിതിയിലെ ഒരു വലിയ വിദഗ്ധനാണ്. വലിയ വിദഗ്ധനെന്ന് വെച്ചാൽ വലിയ വലുപ്പം കൂടിയൊരു വിദഗ്ധനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് രോഗം പകരുന്നതിൻ്റെ വേഗവും പകർന്ന് ലഭിക്കുന്നവരുടെ എണ്ണവും രോഗം വന്നാൽ തീവ്രത കുറയ്ക്കാനാകുമെന്നത് ആയിരുന്നു വാക്സിൻ കൊണ്ടുണ്ടായേക്കുമെന്ന് കരുതിയിരുന്ന നേട്ടങ്ങൾ. അപ്പോൾ വാക്സിൻ കൊണ്ട് ഉണ്ടായേക്കുമെന്ന് കരുതിയിരുന്ന നേട്ടങ്ങൾ, കാരണം അത് ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്. അത് തന്നെ ഒരു പരീക്ഷണമായിരുന്നു. നിങ്ങൾ പറഞ്ഞില്ലേ 1 കോടി പേരുടെ മേലിൽ ഈ പരീക്ഷണം നടത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന നേട്ടങ്ങൾ ഇതൊക്കെയാണ് വാക്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മൾ വാക്സിൻ്റെ പരിമിതി ഇതാണ് എന്ന ആളുകൾ ആദ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമായിരുന്നു. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയില്ല എന്നുള്ളത് ശരിയായൊരു കാരണമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പെങ്കിൽ നിങ്ങൾക്ക് ഒരാളിനെയും ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വാക്സിൻ എടുക്കണമെന്ന്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്താണ്, അതായത് ഇത് കുറയ്ക്കാൻ വാക്സിന് സാധിച്ചിട്ടില്ലെങ്കിൽ രോഗ തീവ്രത കുറയ്ക്കാനാകുമെന്നതായിരുന്നു വാക്സിൻ കൊണ്ടുണ്ടായേക്കുമെന്ന് കരുതിയിരുന്ന നേട്ടങ്ങൾ. നമ്മൾ കരുതിയിരുന്ന നേട്ടങ്ങൾ ഇതാണ്. എന്നിട്ട് ഏതൊക്കെയാണ്? രോഗം പകരുന്നതിൻ്റെ വേഗം. രോഗം പെട്ടെന്ന് പടരാതിരിക്കുമ്പോൾ സ്ലോ ആയിട്ട് പകരും. അല്ല, പകരില്ലെന്നവർ പറയില്ല. രോഗം പകരുന്നത് തടഞ്ഞു നിർത്താൻ പറ്റില്ല. രോഗം പകരും, ആളുകൾക്ക് രോഗം പകർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളിപ്പോൾ വാക്സിൻ എടുത്തു എന്നുള്ളത് കൊണ്ട് നിങ്ങളിൽ നിന്ന് ആളുകൾക്ക് രോഗം പകരും എന്നാണ് ഇദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം. വാക്സിൻ എടുത്ത ആളുകളിൽ നിന്ന് രോഗം പകരും. പകർന്ന് ലഭിക്കുന്നവരുടെ എണ്ണവും വേഗവും പിന്നെ പകർന്ന് ലഭിക്കുന്നവരുടെ എണ്ണം. അപ്പോൾ അത് പകരും, പക്ഷേ അത് കൂടുതൽ പേർക്ക്, ഇപ്പോൾ ഒരാളിൽ നിന്ന് 10 പേർക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് 8 പേരായിട്ട് കുറയും. അത് കുറയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞില്ലേ, അതൊരു ഇതിൻ്റെ ഈ രോഗത്തിൻ്റെ ഒരു പൂർണ്ണ പ്രതിരോധമല്ല, ഒരു അപൂർണ പ്രതിരോധം മാത്രവുമല്ല. ഈ രോഗം പകരുന്നതിൻ്റെ വേഗവും എണ്ണവും അതിലൊരു കുറവുണ്ടാകും എന്നുള്ളതാണ് കരുതിയിരുന്ന നേട്ടങ്ങൾ. വേഗവും എണ്ണവും കാര്യമായി കുറയ്ക്കാൻ വാക്സിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഇതായിരുന്നു കരുതിയിരുന്ന നേട്ടങ്ങൾ. ഇത് രണ്ടുമായിരുന്നു. വേഗവും എണ്ണവും കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു ഇതിൻ്റെ നേട്ടങ്ങളായിട്ട് കരുതിയിരുന്നത്. പക്ഷേ വേഗവും എണ്ണവും കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. രോഗവും എണ്ണവും കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞിരുന്ന ഇവർ കരുതിയിരുന്ന ഈ 2 നേട്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞതാണ് രോഗത്തിൻ്റെ എണ്ണം കുറയ്ക്കുക, രോഗത്തിൻ്റെ വേഗം, പടരുന്നതിൻ്റെ വേഗം കുറയ്ക്കുക. ഇതായിരുന്നു ഇതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന നേട്ടങ്ങളെന്ന് കരുതിയിരുന്നത്. പക്ഷേ അത് രണ്ടും സാധ്യമല്ല എന്ന് വന്നിരിക്കുകയാണ്. അതാണിപ്പോൾ അവർ അഡ്മിറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇതുകൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട 2 നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല.
വേഗവും എണ്ണവും കാര്യമായി കുറയ്ക്കാൻ വാക്സിന് സാധിച്ചിട്ടില്ലെങ്കിലും രോഗ തീവ്രത കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ്. പക്ഷേ രോഗ തീവ്രതയെക്കുറിച്ച് ആദ്യം പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ പറയുന്നത് രോഗ തീവ്രത കുറയുന്നവർ. പണ്ടും രോഗ തീവ്രത, ഈ രോഗം അത്ര വലിയ തീവ്രമൊന്നും ആയിരുന്നില്ല. ഏത് കാലഘട്ടത്തിലാണ് ഇതിൻ്റെ രോഗ തീവ്രത കൊണ്ട്, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ രോഗ തീവ്രതയിലെത്തി രോഗി മരിച്ച എത്ര കേസസ് ഇവിടെ ഉണ്ട്. അങ്ങനെ രോഗ തീവ്രത എന്ന് പറയുന്ന ഒരു സംഭവം എവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ റെംഡെസിവിറും നിങ്ങൾ ഈ ഹൈഡ്രോക്സോക്ലോറിനും ഈ കോർട്ടിസ്റ്റോയിഡും കൊടുത്തതിന് ശേഷമാണ് രോഗ തീവ്രത വർദ്ധിക്കുന്നത്. അതിനു മുമ്പ് രോഗ തീവ്രത ഉണ്ടായിരുന്നതായിട്ട് ഇവിടെ യാതൊരു തെളിവുമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ വാക്സിൻ എന്തിനു നൽകുന്നു എന്നുള്ളതിനെപ്പറ്റി നമുക്കാർക്കും വ്യക്തമായ ധാരണ ഇല്ലായിരുന്നു. ഒന്ന്, രോഗത്തിൻ്റെ വേഗം പടരുന്നതിൻ്റെ വേഗം കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു ഒരു ധാരണ. രണ്ടാമത്തത്, ഈ രോഗത്തിൻ്റെ വേഗത്തോടൊപ്പം തന്നെ രോഗികളുടെ എണ്ണം, പടരുന്നവരുടെ എണ്ണം കുറയ്ക്കും, വ്യാപനത്തിൻ്റെ എണ്ണം കുറയുമെന്ന് കരുതി. പക്ഷേ അതൊന്നും ഈ വാക്സിൻ കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ അടുത്ത് പറയുന്നത്. ഇതങ്ങ് അഡ്മിറ്റ് ചെയ്താൽ മതി, നിങ്ങളുടെ വാക്സിൻ കൊണ്ട് അങ്ങനെയുള്ള പ്രയോജനം. പിന്നെ നിങ്ങൾ അവകാശപ്പെടുന്നത് രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ ഇതുകൊണ്ട് കഴിയും. ഇതെങ്ങനെയാണ് രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നത്? രോഗത്തിൻ്റെ തീവ്രത കുറയുന്നത് നിങ്ങൾ എങ്ങനെയാണ്? രോഗത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത്, നിങ്ങൾ അവിടെ ചെന്നിട്ട് പറഞ്ഞില്ലേ ഇതിൻ്റെ ആൻറ്റിബോഡീസ് ഉള്ളത് കൊണ്ട് രോഗത്തിൻ്റെ തീവ്രത കുറയണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വൈറൽ ലോഡ്. ആ വൈറൽ ലോഡ് എത്രത്തോളം ഉണ്ട്, വൈറൽ പവർ എത്രത്തോളം ഉണ്ട്, ആ വൈറൽ പവറിന് പറഞ്ഞില്ലേ നിങ്ങൾ രോഗബാധിതനാണ്. അത് നിങ്ങൾ ആലോചിക്കണം. രോഗബാധിതനല്ലാത്ത ഒരാളിൻ്റെ ഒരു രോഗം ആൻറ്റിബോഡീസ് കൊണ്ട് റെസിസ്റ്റ് ചെയ്ത് രോഗത്തിന് പുറത്ത് നിർത്തിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതിനകത്ത് അർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ ആൻറ്റിബോഡീസ് ഉള്ളതുകൊണ്ട് രോഗപ്രതിരോധ നിങ്ങൾക്ക് വർദ്ധിക്കുമെന്നൊരു അവകാശവാദം മുന്നോട്ട് വയ്ക്കാമെങ്കിലും രോഗത്തിൻ്റെ തീവ്രത അതുകൊണ്ട് കുറയ്ക്കാൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗം ഉണ്ടാകുന്നത് ഒരു ഇൻഫെക്ഷൻ കൊണ്ടാണ്. ഇഫ് ദർ ഈസ് സം കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ, ഇറ്റ് മേ അഫക്റ്റ് അതർ മോർബിഡിറ്റീസ്. നിങ്ങൾക്ക് ഈ രോഗം കൊണ്ട് മാത്രം ഒരു തീവ്രത ഉണ്ടാകുന്നില്ല. എന്താണ് നിങ്ങൾ പറയുന്നത്? ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട്, അതൊരു മോഡറേറ്റ് ഇൻഫെക്ഷനാണ്. ശരി, മോഡറേറ്റ് ഇൻഫെക്ഷൻ ആവട്ടെ. ഒരു ചെറിയ ഇൻഫെക്ഷൻ ആയാലും മതി. ഇതിൻ്റെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്വന്തം നിലയിൽ തീവ്രമാവേണ്ട കാര്യമില്ല. ആ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു പേഷ്യൻ്റ്, നിങ്ങളൊരു ക്യാൻസർ പേഷ്യൻ്റാണ്, റീനൽ പേഷ്യൻ്റാണ്, നിങ്ങൾക്ക് വേറെ ഒരുപാട് മോർബിഡിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ഇൻഫെക്ഷന് തന്നെ ഇറ്റ് ക്യാൻ മേക്ക് എ സ്ട്രെസ് അപ്പോൺ ദി അണ്ടർലൈങ് ഡിസീസ്. അതാണ് ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശവാദം എത്രമാത്രം സയൻറ്റിഫിക് ആണെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കണം. വൺസ് യു അഡ്മിറ്റ് ദറ്റ് ഈവൻ ആഫ്റ്റർ ടേക്കിംഗ് വാക്സിൻ എ പേഴ്സൺ മേ ബി ഇൻഫെക്റ്റഡ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഇൻഫെക്ഷൻ കേരളത്തിൽ നടക്കുന്നില്ല. നിങ്ങൾ ഇൻഫെക്റ്റ് ചെയ്യുന്നു എന്ന് പറയാണ്. രോഗം ഇങ്ങനെ പടർന്ന് വ്യാപിക്കുകയാണ്. ഇന്നലെ 30,000 പേർക്ക് രോഗമുണ്ടായി. അത് മോഡറേറ്റ് ആണ്, അല്ലെങ്കിൽ അത് സിവിയർ അല്ല എന്നൊക്കെ നിങ്ങൾ വാദിക്കുന്നു. ശരി, മോഡറേറ്റ് ആണെങ്കിൽ പോലും, മോഡറേറ്റ് ആയാലും അതൊരു ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് സ്വന്തം നിലയിൽ നിങ്ങളെ തകരാറിലാക്കണമെന്നില്ല. സ്വന്തം നിലയിൽ ഈ പറഞ്ഞില്ല, ഈ രോഗം കൊണ്ട് മാത്രം മരിച്ച എത്ര പേരുടെ കണക്ക് ഡോക്ടർ സുരേഷ് കുമാറിന് വയ്ക്കാൻ പറ്റും? ഞാൻ ഈ ഡോക്ടർ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഈ മെഡിക്കൽ സൂപ്രണ്ടിനോട് ചോദിക്കുകയാണ്. സ്വന്തം നിലയിൽ ഈ ഇൻഫെക്ഷൻ, ഇതിൻ്റെ ഈ കോവിഡ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ ഇൻഫെക്ഷൻ നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ച് ആ ഇൻഫെക്ഷൻ തീവ്രമായതുകൊണ്ട് മാത്രം മരിച്ച എത്ര പേരുണ്ട്? ഒരാളും അങ്ങനെ മരിച്ചിട്ടില്ല കേരളത്തിൽ. മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻഫെക്ഷൻ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ മൈൽഡ് ഇൻഫെക്ഷൻ ഓർ എ മോഡറേറ്റ് ഇൻഫെക്ഷൻ, ഇറ്റ് ക്യാൻ ഹാവ് സം സ്ട്രെസ് അപ്പോൺ ദി അണ്ടർലൈങ് ഡിസീസ്. എന്തെങ്കിലും ഒരു ഡിസീസ്, അത് ഡയബറ്റീസ് ആയിരുന്നാലും, ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഓർഗൻസിനെയും സിസ്റ്റത്തെയും ഈ നമ്മുടെ ഈ ഓക്സിജനേഷനെ എല്ലാം ഒരുവിധം ബാധിക്കുന്ന ഒരു രോഗമാണ്. ഏത് സിസ്റ്റത്തെയും ഇൻസുലിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്ഷനാണ് നമ്മുടെ ശരീരത്തിൻ്റെ. ആ ഷുഗർ ലെവൽ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഷുഗർ ലെവൽ അങ്ങ് വളരെ ഡൗൺ ആയി പോവുകയാണെങ്കിൽ നിങ്ങൾ ബോധശൂന്യനായിട്ട് നിങ്ങൾ മരിക്കും. അപ്പോൾ ഷുഗർ ലെവൽ ഡൗൺ ആയി പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഫെക്ഷൻ കടുത്തതായിക്കൊള്ളണമെന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ ആ പ്രൊഡക്ഷൻ്റെ റിട്ടാർഡേഷൻ ഉണ്ടായാൽ മതി. നിങ്ങളിപ്പോൾ ഈവൻ ഇഫ് യു ടേക്ക് മെഡിസിൻ, ആ മെഡിസിന് ഒരു തടസ്സം ഉണ്ടാക്കിയാൽ മാത്രം മതി. ഇത്
അതിൻ്റെ അർത്ഥം ഇതൊരു സിവിയർ ഇൻഫെക്ഷൻ ആണെന്നില്ല. ഇതൊരു സിവിയർ ഇൻഫെക്ഷൻ ആണോ നിങ്ങൾ പറയണമെങ്കിൽ ഈ കോവിഡ് ഇൻഫെക്ഷൻ ഇറ്റ് സെൽഫ് ഷുഡ് ബി സിവിയർ. അങ്ങനെ സിവിയർ ആകുന്ന ഒരു കേസും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിങ്ങളൊരു ഡയബറ്റിസ് പേഷ്യൻറ്റിന് ഒരു മൈൽഡ് ഇൻഫെക്ഷൻ ഉണ്ടായാൽ പോലും അതിൻ്റെ ഇൻസുലിൻ പ്രൊഡക്ഷന് നമ്മളിപ്പോൾ മരുന്ന് കഴിച്ചാൽ പോലും അതിൻ്റെ ഇൻസുലിൻ പ്രൊഡക്ഷനെ തടസ്സപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുമായിട്ട് വേറൊരു തരത്തിൽ ഇൻറ്ററാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ there should be some kind of complication and it would lead to a difficult position. അതാണ് അതിൽ സംഭവിക്കുന്നത്. അതാണ് അതിൻ്റെ സയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന അവകാശവാദങ്ങളും, അതായത് സിവിയറിറ്റിയെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു, മറ്റുള്ളതൊന്നും പറ്റില്ല. രോഗം പടരുന്നതിൻ്റെ രോഗവ്യാപ്തിയുടെ വേഗം ഇതൊന്നും നിയന്ത്രിക്കാൻ വാക്സിൻ കൊണ്ട് കഴിയുകയില്ല. പിന്നെ എന്താണ്, അതിൻ്റെ സിവിയറിറ്റി നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ ഹിന്ദുവിൻ്റെ റിപ്പോർട്ടിലൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കുക. അദ്ദേഹം പറയുന്നതിന് നേരെ വിപരീതമാണ്. TPR റേറ്റ് 18.67. അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് എത്ര വളർന്നാലും അത് 90% 100% ആയാലും അത് മൈൽഡ് ഓർ മോഡറേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കില്ല, അതങ്ങ് പോകും. അത് പണ്ട് മുതലേ പറയുന്നതാണ്, WHO മുതൽ പറയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കാര്യമാക്കേണ്ട ഒരു രോഗമല്ല, അത് എടുത്തില്ല. പക്ഷേ ICU ആൻഡ് വെന്റിലേറ്റർ ഓക്കുപ്പൻസി റൈസസ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഈ പറഞ്ഞില്ല, നിങ്ങൾ ഈ വാക്സിൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും ICUവും വെന്റിലേറ്ററും കേസസ് ഉയർന്നു വരുന്നത് എന്താണ്? വെറുതെയാണോ നിങ്ങൾ ICU? അപ്പോൾ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യാണ്, വെറുതെ ആളുകൾ ICUയിലും വെന്റിലേറ്ററിലും പിടിച്ചു കിടത്തിയിട്ട് അതിൽ കിടക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇന്നത്തെ ഹിന്ദുവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സിവിയർ ആകില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ICUയിലും വെന്റിലേറ്ററിലും കൊണ്ട് കിടത്തുന്നത്? നിങ്ങൾ പറയുന്നതിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ തന്നെ കൊടുക്കുന്നൊരു ഒഫീഷ്യൽ റിലീസാണ്. അവർ ഈ ബെഡിൻ്റെ നമ്പറിൻ്റെ കണക്ക് സഹിതം ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. തിങ്കളാഴ്ച ഇത്ര ബെഡിൽ ICUയിൽ ആളുണ്ടായിരുന്നു, ചൊവ്വാഴ്ച ഇത്ര വെന്റിലേറ്ററിൽ ആളുണ്ടായിരുന്നു. ഈ വെന്റിലേറ്ററിലും ICUയിലും ഒക്കെ ആളുകളെ പിടിച്ച് കിടത്തുന്നത് ശരിയായിട്ടാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ നിങ്ങൾ ആളുകളെ പിടിച്ച് കിടത്തുന്നുണ്ട് ഇതിൻ്റെ പേരിൽ, സിവിയർ ആണ് എന്ന് ആരോപിച്ചുകൊണ്ട്. അപ്പോൾ സിവിയർ ആകുകയില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ സിവിയർ ആകുന്നു എന്നാണ് നിങ്ങളുടെ ഇന്നത്തെ ഒഫീഷ്യൽ റിലീസിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട ഡോക്ടറെ, ഈ പറയുന്ന നിങ്ങളുടെ 3 അവകാശവാദങ്ങളും പൊളിയുകയാണ്. അതായത് ഇത് വേഗത്തിൽ വ്യാപിക്കില്ല, ഇതിൻ്റെ വ്യാപനത്തോത് കുറയുകയില്ല, ഇതിൻ്റെ സിവിയറിറ്റിയും കുറയുകയില്ല. സിവിയറിറ്റി കുറഞ്ഞില്ലെങ്കിൽ ഡെത്തും കുറയുകയില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്സിനേഷൻ കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. നിങ്ങൾ തന്നെ പറയുകയാണല്ലോ, ഞാൻ പറയുകയല്ല, നിങ്ങൾ തന്നെ പറയുകയാണ്. അപ്പോൾ ഈ വാക്സിനേഷൻ ഈസ് എ ബിസിനസ്. ഞാൻ പറഞ്ഞില്ല, അതൊരു മെൻ്റൽ കൺസലേഷനാണ്, സൈക്കോളജിക്കൽ കൺസലേഷനാണ്. അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ്, ഇതൊരു ഫിയർ സൈക്കോസിസാണ്. കോവിഡ് എന്ന് പറയുന്നത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ സൈക്കോസിസാണത്. സാമൂഹ്യമായിട്ട് പടർന്നു പിടിക്കുന്ന ഒരു പാനിക്കും കഴിഞ്ഞ് ഒരു പാരനോയിയും കഴിഞ്ഞ് അതൊരു സൈക്കോസിസിൻ്റെ രൂപത്തിലാകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഡോക്ടർമാരും ഇങ്ങനെയുള്ളൊരു ചികിത്സാ പദ്ധതിയും ഇങ്ങനെയുള്ളൊരു ഭരണ സമ്പ്രദായവും ഒക്കെ ഉണ്ടായി വരുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയപ്പൻ അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, FAD പറയുകയാണ് ഇങ്ങനെയൊക്കെ ആണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മൾ അനുസരിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കൃത്രിമമായി സൃഷ്ടിക്കാൻ ബാധ്യസ്ഥമായി തീർന്ന ഒരു അനുരോഗ ഭാഷയെ സംബന്ധിച്ചുള്ള പ്രഹേളികകൾ, അതിൻ്റെ അവ്യക്തതകളാണ് ഡോക്ടർ SS സന്തോഷ് കുമാർ പറയുന്നത്. അപ്പോൾ തന്നെ മനോരമ പറയുന്നുണ്ട് 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് 40,000 വരെ ഉയരാം. അവിടെ വരെ ഉയർത്തി നിർത്തി തരുന്നതിന് തന്നെ വലിയ നന്ദി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിങ്ങനെ താഴോട്ട് വരും. ഇറ്റ് ഇസ് എ പ്രഡിക്ഷൻ. ഒരുപാട് പ്രഡിക്ഷൻസ് നടത്തുന്നുണ്ട്, താഴോട്ട് കടന്നു വരും. അതാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടർക്ക് ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ 2 കാര്യങ്ങൾ, അതായത് രോഗവ്യാപനത്തിൻ്റെ വേഗവും രോഗവ്യാപനത്തിൻ്റെ ആ വ്യാപ്തിയും പരപ്പും നിയന്ത്രിക്കാമെന്ന് കരുതിയിരുന്നെങ്കിലും അത് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല വാക്സിനിലൂടെ. രണ്ടാമത് സിവിയറിറ്റി ആണെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചേക്കുന്നു, സിവിയർ ആയിട്ടുള്ള കേസസ് കൂടുതൽ, അതായത് ഇതിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് സിവിയർ ആയിട്ടുള്ള ആളുടെ എണ്ണം കൂടിയല്ലേ പറ്റൂ. കാര്യം വെച്ചാൽ മൊത്തത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു തട്ടിപ്പാണ് എന്ന് പറയുന്നത്. ഈ രോഗികളെ കണ്ടെത്തുക എന്ന് പറയുന്ന നിങ്ങളുടെ ഈ സമ്പ്രദായം തന്നെ പിശകാണ്. രോഗം ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഡയഗ്നോസ് ചെയ്യുന്നതും തന്നെ പിശകാണ്.
അങ്ങനെ വരുമ്പോൾ ഇതിൽ ഒന്നിലും യാതൊരു വസ്തുതാപരമായ ശാസ്ത്രീയമായ യാതൊരു യാഥാർത്ഥ്യവും ഇല്ലെന്നുള്ളതാണ് നേര്. ഫലത്തിൽ നിങ്ങൾ പറയുന്ന ഈ വാക്സിൻ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് ദേശാഭിമാനി നമ്മോട് പറയുന്നത്. ദേശാഭിമാനി വളരെ ഔദ്യോഗികമായിട്ട് അതും വളരെ ഉത്തരവാദിത്വമുള്ള ആ ഒരു മെഡിക്കൽ ഓഫീസർ നമ്മോട് പറയുകയാണ് ഇതുകൊണ്ട് യാതൊരു സിവിയറിറ്റി അതിന് യാതൊരു യുക്തിയുമില്ല ഡോക്ടറെ. കാര്യം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ ഡയഗ്നോസിസ് ഈസ് നോട്ട് കറക്റ്റ്. നിങ്ങൾ ഈ ആൻറ്റിജൻ ടെസ്റ്റ് കൊണ്ട് 30,000 പേർക്ക് രോഗം ഉണ്ടായി എന്ന് പറഞ്ഞ് കണ്ടെത്തുന്ന പറഞ്ഞ രോഗവ്യാപനത്തെ സംബന്ധിച്ചുള്ള കണക്കല്ല ആദ്യത്തെ കാര്യം. രണ്ടാമത് നിങ്ങൾ RT-PCR കൃത്യമായിട്ട് ചെയ്യുന്നില്ല. RT-PCRൻ്റെ വർക്ക് ലോഡ് എത്ര ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മുടെ ആൻറ്റിബോഡീസിനെ ഇതിനെന്തുമാത്രം റെസിസ്റ്റ് ചെയ്യാൻ കഴിയൂ, നമുക്ക് ഡിസ്ഇൻഫെക്റ്റഡ് ആയിരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം. അതായത് ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൽ കടക്കാതിരിക്കാൻ പറ്റുമെന്നുള്ളത്. ഇൻഫെക്ഷൻ ശരീരത്ത് കടന്നു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷൻ തീവ്രതരമാകുന്നത് പിന്നെ നമ്മുടെ ഫിസിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് ഈ പറഞ്ഞില്ലേ വാക്സിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്, അല്ലെങ്കിൽ ആൻറ്റിബോഡീസ് അലർട്ടാണെന്നുള്ളത് കൊണ്ട് അതിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് ഇൻഫെക്ഷൻ വരുന്നത്. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരില്ല. ഇൻഫെക്ഷനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ക്യാൻ ദി ഇൻഫെക്ഷൻ ബി റെസിസ്റ്റഡ്? അതായത് രോഗം പരക്കില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇൻഫെക്ഷൻ മേ ബി റെസിസ്റ്റഡ് എന്നുള്ളതാണ്. ആ ഇൻഫെക്ഷൻ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീവ്രതരം ആകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഫിസിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, നമ്മുടെ മറ്റുള്ള രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡബിൾ. അതുമായിട്ട് ഡിപ്പെൻഡബിളായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല അതിൽ തന്നെ പൂർണ്ണമായ ഒരു നിഗമനത്തിലെത്താൻ കഴിയുന്നൊരു കാര്യമല്ല സയൻറ്റിഫിക് ആയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത് മുഴുവനും ഈ വാക്സിൻ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം. എനിക്ക് ആ അഭിപ്രായമില്ല. വാക്സിൻ കൊണ്ട് ശരിക്കും പ്രയോജനം ഉണ്ടെന്നുള്ള അഭിപ്രായം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് കോവിഡല്ല, കോവിഡിനെ സംബന്ധിക്കുന്നുള്ള ഭയമാണ്. ആ ഭയം ജനങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ ഈ വാക്സിനേഷൻ ഉപയോഗപ്പെടും. കാര്യം വെച്ചാൽ ഇങ്ങനെ രോഗമില്ലാത്ത സ്ഥിതിക്ക്. അപ്പം നിങ്ങൾ അതിനിടയ്ക്ക് ഇത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല എന്നും ഇതിൻ്റെ സിവിയറിറ്റി കുറയ്ക്കുകയോ മാത്രമേ ചെയ്യൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്ക് വീണ്ടും ഇതിനെക്കുറിച്ചും കൂടെ സംശയം തുടങ്ങും, വാക്സിനെ കുറിച്ചും കൂടെ സംശയം തുടങ്ങും. അല്ലെങ്കിൽ അത് ഹാംലെസ് ആയിട്ടങ്ങ് പോവും. ആളുകൾ ശരി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഈ രോഗം ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. ഈ രോഗത്തെക്കുറിച്ചുള്ള ഭയമാണ് അവരുടെ പ്രശ്നം. ആ ഭയം അകറ്റുന്നതിന് ഈ വാക്സിൻ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭയം അകറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ടായിരുന്നു. ആ ഗുണം കൂടി ഇല്ലാതാക്കുന്ന തരത്തിൽ ഇത് നിഷ്പ്രയോജനമാണ് എന്ന് സ്ഥാപിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഈ ശ്രമത്തിനൊന്നും തന്നെ ശാസ്ത്രീയ സാധ്യതയില്ല. നിങ്ങളുടെ വാക്സിനും ശാസ്ത്രീയ സാധ്യതയില്ല, നിങ്ങളുടെ ഈ ആർഗ്യുമെൻറ്റ്സിന് ശാസ്ത്രീയ സാധ്യതയില്ല, നിങ്ങളുടെ ഡയഗ്നോസിസിനും ശാസ്ത്രീയ സാധ്യതയില്ല, നിങ്ങളുടെ മരണക്കണക്ക് നിർണ്ണയിക്കുന്ന കാര്യത്തിന് ശാസ്ത്രീയ സാധ്യതയില്ല. അതാണ് പറയുന്നത്. ഇപ്പോൾ രോഗികളുടെ എണ്ണം എത്ര കൂടിയാലും അതിൽ 90%-ലേറെയും അപകടാവസ്ഥ കുറഞ്ഞ കാറ്റഗറി എയിലാണെന്ന് മാത്രമല്ല, ഗുരുതരാവസ്ഥയിൽ ഉൾപ്പെടുന്ന കാറ്റഗറി സിയിൽ എണ്ണം കുറഞ്ഞു വരികയുമാണ്. എൻ്റെ ഡോക്ടറെ, ഒരു കാര്യം നമുക്ക് ഈ പറയുന്ന നിങ്ങൾ വാക്സിനേഷൻ ഇവിടെ നടത്തുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ രോഗമുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം നമ്മൾ കണക്കാക്കിയെടുക്കുക. അതിൽ എത്ര പേര് എയിലും സിയിലും ഉണ്ടായിരുന്നു, ഇപ്പോഴെത്ര പേര് എയിലും സിയിലും ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കണം. അന്ന് എയിലും സിയിലും ഉണ്ടായിരുന്നവരുടെ എണ്ണത്തെക്കാളും കൂടുതൽ ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഇപ്പോൾ രോഗികളുടെ എണ്ണം എത്ര കൂടിയാലും എയിൽ എണ്ണം കൂടുതലില്ല, കൂടുമെന്നാണ് ഇവർ പറയുന്നത്. അത് പോട്ട്, അത് വിടാം. ഗുരുതരാവസ്ഥയിൽ ഉൾപ്പെടുന്ന കാറ്റഗറി സിയിൽ എണ്ണം കുറഞ്ഞു വരികയുമാണ്. അത് നേരത്തെ അങ്ങനെയാണ്. നിങ്ങൾ അതുകൊണ്ടാണല്ലോ ഈ വാക്സിൻ തുടങ്ങുന്നതിന് മുമ്പ് ഹോം ക്വാറന്റൈൻ മതിയെന്ന് പറഞ്ഞത്. അതായത് ആദ്യം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ വേണമെന്നും പറഞ്ഞ് നിങ്ങൾ നിർബന്ധം പിടിച്ചില്ലേ? എല്ലാവരെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ വേണം, വീട്ടിൽ പുറത്തുനിന്ന് വരുന്നവരൊക്കെ ഒരു 2 ആഴ്ച പുറത്ത് താമസിച്ചിട്ട് വേണം വീടുകളിൽ പോകാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരുതൽ നടപടികൾ നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നീട് ഇതൊന്നും വേണ്ടാന്ന് വെച്ചല്ലോ. ഈ ക്വാറന്റൈൻ്റെ ദൈർഘ്യം നിങ്ങൾ കുറച്ചില്ലേ? ദൈർഘ്യം കുറച്ചിട്ട് ഹോം ക്വാറന്റൈനാണ് ഐഡിയൽ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഹോം ക്വാറന്റൈനാണ് ഐഡിയൽ എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ നീഡ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി പേഷ്യൻസ് ആർ ഇൻ ദി സി കാറ്റഗറി. അതിൽ യാതൊരു സംശയവുമില്ല. എ കാറ്റഗറിയിൽപ്പെട്ട ഒരു രോഗിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഹോം ക്വാറന്റൈൻ ഉപദേശിക്കില്ല. നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻ ഉണ്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വി പ്രിഫർ ഹോം ക്വാറന്റൈൻ ബിക്കോസ് എന്തുകൊണ്ടാണ്? സി കാറ്റഗറിയിൽപ്പെട്ടവരാണ്. ഒരു 90% പേരും സി കാറ്റഗറിയിൽപ്പെട്ടവരാണ്. പിന്നെ വേറെ ആരെയാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്?
പേഴ്സൺസ് വിത്ത് അതർ സീരിയസ് മോർബിഡിറ്റീസ്. അതായത് വീണതുകൊണ്ടിൻ്റെ കണക്കുണ്ട്, നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കുണ്ട്. 60-70 വയസ്സ് കഴിഞ്ഞവരും മോർബിഡിറ്റി ഉള്ളവരുമായവരാണ് നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? അപ്പോൾ ഈ ഹോസ്പിറ്റലൈസേഷൻ ഈസ് ഡ്യൂ ടു, അതായത് എ കാറ്റഗറി എമർജസ് ഔട്ട് ഓഫ് അതർ മോർബിഡിറ്റീസ് റാദർ ദാൻ ദിസ് സിംഗിൾ ഡിസീസ്, ദി സപ്പോസ്ഡ് സിംഗിൾ ഡിസീസ് എന്നാ ഞാൻ പറയും. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ തരത്തിൽ നിങ്ങൾ ഒരു ലേഖനം എഴുതരുതെന്ന് വെച്ചാൽ ഒരു കാലത്തും കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാക്സിനേഷൻ ആരംഭിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഇനി ആളുകൾ തിരക്കി ഹോസ്പിറ്റലുകളിലേക്ക് കയറണ്ട, ഹോം ക്വാറൻറ്റൈൻ മതിയെന്ന് പറഞ്ഞപ്പോഴാണ് ഇതൊന്ന് സബ്സൈഡ് ചെയ്തത്. അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഇടിച്ച് കയറി അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയിരുന്നു. ചെറിയ രോഗലക്ഷണമുള്ളവരെ എല്ലാവരും കൂടെ നിങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്തിരുന്നെങ്കിൽ അവിടെയും കിടക്കാൻ സ്ഥലവും കിട്ടില്ല. ഈ യു പിയിലോ മറ്റിടത്തൊക്കെ അവിടെയൊക്കെ നടന്നത് അതാണ്. ചെറിയ രോഗമുള്ളവരെല്ലാം ആശുപത്രി പോകാൻ പറഞ്ഞു. അവരെല്ലാവരും കൂടെ ആശുപത്രിയുടെ തിണ്ണയിലും വരാന്തയിലും മേൽക്കൂരയിലും ഒക്കെ കയറി അവിടെ നടത്തി ചാടി ആത്മഹത്യ ചെയ്യുകയും ആറ്റി ചാടുകയൊക്കെ ചെയ്യും. ഇവിടെ അത് ചെയ്തില്ല. അതൊരു ഇൻ്റലിജൻസ് സ്റ്റെപ്പായിരുന്നു. അത് നേരത്തെയും ഈ രോഗം ഒരിക്കലും സിവിയർ ആയിരുന്നില്ല. ഹോസ്പിറ്റലൈസേഷൻ വേണ്ടെന്ന് പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഈ ഒരു ക്വാറൻറ്റൈൻ വളരെ പരിമിതമായിട്ട് ആദ്യഘട്ടത്തിൽ പുറത്തു നിന്ന് വരുന്നവർക്ക് വേണ്ടി മാത്രം നടത്തിയിരുന്നതാണ്. അത് തന്നെ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ഹോം ക്വാറൻറ്റൈൻ മതിയെന്ന് വെച്ചു. അങ്ങനെ ഹോം ക്വാറൻറ്റൈൻ മതിയെന്ന് വെക്കുമ്പോൾ അതല്ലേ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറൻറ്റൈൻ എന്ന് പറഞ്ഞ് ലോഡ്ജിലൊക്കെ പോയി താമസിച്ചവർക്ക് ഒരു രോഗവും ഇല്ലായിരുന്നു. അവർ 2 ആഴ്ച അവിടെ താമസിച്ചിട്ട് അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും യാതൊരു തെളിവുമില്ല. നിങ്ങളെല്ലാം പോസിറ്റീവായിട്ട് പറഞ്ഞു വിടുന്നവരാണ് ഈ പറഞ്ഞില്ലേ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറൻറ്റൈനിൽ പോലും വിടണത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറൻറ്റൈൻ വെച്ചാൽ ഇവിടെ പ്രധാനമായിട്ടും ലോഡ്ജിലും മറ്റുമൊക്കെ പോയി താമസിച്ചതാണ്. ആരും ആശുപത്രി പോലും ഇപ്പോൾ ഗൾഫിൽ നിന്നും അന്യദേശങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ 2 ആഴ്ച ക്വാറൻറ്റൈൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടനെ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി കിടക്കുകയൊന്നുമില്ല. അവരേതെങ്കിലും ലോഡ്ജിൽ പോയി മുറിയെടുക്കുക. അങ്ങനെ നമ്മുടെ ലോഡ്ജ് വ്യവസായത്തിന് ഒരു മുൻകുതിപ്പുണ്ടായിട്ടുണ്ട്. അതിൽ കവിഞ്ഞൊന്നും സംഭവിച്ചിട്ടില്ല. വസ്തുതകളായിരിക്കണം. അതുകൊണ്ട് മുൻകാലങ്ങളിലും നിങ്ങൾ പറയുന്ന സി കാറ്റഗറിയിൽ അങ്ങനെ രോഗികളുടെ തള്ളിക്കയറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ കുറേ ബെഡുകൾ കൊണ്ടുവന്നു, കുറേ പേരൊക്കെ അവിടെ പ്രതിഷ്ഠിച്ചെന്ന് പറഞ്ഞാൽ 60-70 വയസ്സ് കഴിഞ്ഞ് മോർബിഡിറ്റി ഉള്ള ആൾക്കാരെ നിങ്ങൾ അവിടെ കൂടുതലായിട്ട് കൊണ്ടുവന്ന് കിടത്തി. ശരിയാണ്. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് നിങ്ങൾ അത് ഉപേക്ഷിച്ച് ഈ ഹോസ്പിറ്റൽ ബെഡ്സൊക്കെ വേക്കൻ്റായിട്ട് വന്നത്. സി കാറ്റഗറി ബെഡ്സ് വേക്കൻ്റായിട്ട് വരുന്നത് അതുകൊണ്ടാണ്. വെൻറ്റിലേറ്റർ, ICU നിങ്ങൾ കുറേ ഓക്സിജൻ സിലിണ്ടറൊക്കെ ഉണ്ടായിക്കൊണ്ട് വെച്ചെന്നല്ലാതെ ഇവിടെ അതിനു വേണ്ടിയുള്ള യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. നമ്മൾ മനസ്സിലായി. മറ്റിടത്തൊക്കെ അത് ഉണ്ടാകുന്നതിനുള്ള കാരണമുണ്ട്. ഓക്സിജൻ സിലിണ്ടർ ഈ പറഞ്ഞ ഓക്സിജൻ ഡെഫിഷ്യൻസിയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഹിമോഗ്ലോബിൻ എന്ന് പറയുന്നത് അതിൽ കാർബൺ ഡയോക്സൈഡ് കൂടുതലായിട്ട് കടക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ചില റിപ്പർക്കഷൻസിൽ ഒന്നായിട്ട് വരും. അത് മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല. അതിൽ ഡിമെൻഷ്യ മുതൽ അൽഷിമേഴ്സ് വരെ അതിൽ നിന്നുണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് നമ്മളിങ്ങനെ ഇത് മൂക്കിങ്ങനെ മൂടി കെട്ടി വെച്ചിരുന്നാൽ നമ്മൾ ഉച്ഛ്വസിക്കുന്ന വായുവിൽ കാർബൺ ഡയോക്സൈഡ് വീണ്ടും പോയി രക്തത്തിൽ കയറുന്ന് അത് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് അതിൻ്റെ ഒരു കാർബണൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ചില രോഗങ്ങളുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ രക്തത്തിലെ ഓക്സിജന് ഒരു ചെറിയൊരു ഇടിവുണ്ടാവുകയോ അതിനെന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാവുകയോ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, വലുതായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഈ പറഞ്ഞില്ല ഈ ഒരു ആ കവർ അവരെടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ പ്രശ്നം അവിടെ തീർന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന രണ്ടാമത്തെ കാര്യവും ശരിയല്ല. ICUവിൻ്റെയും വെൻറ്റിലേറ്ററുകളുടെയൊക്കെ ഉപയോഗവും കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവല്ല, ദിവസം പ്രതി, അതായത് രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഇന്നലെ ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ട് ഇന്നത്തെ ഹിന്ദു ദിനപത്രത്തിലൂടെ. ഹിന്ദു ദിനപത്രം നിങ്ങളുടെ ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. അവർക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അല്ല അവർ സ്വന്തം നിലയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ആരുടെയെങ്കിലും ഇതെടുക്കില്ല. വളരെ ഉത്തരവാദിത്തമുള്ള നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ അഭിപ്രായം മാത്രമേ അവർ പ്രസിദ്ധീകരിക്കൂ ആ പത്രം. അപ്പോൾ ആ പത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് ഇത്രയും വർധന ഉണ്ടായിരിക്കുന്നു. അതായത് മിനിഞ്ഞാന്ന് 29,000 ആയിരുന്നു, ഇന്ന് 30,000 ആയപ്പോഴത്തേക്ക് 1,000 രോഗികളൂടെ കൂടിയപ്പോഴത്തേക്ക് ഇത്രയും വെൻറ്റിലേറ്ററിലും ഇത്രയും ഇതിൽ കൂടുതൽ രോഗികൾ വേണ്ടി വരുന്നു. അപ്പോൾ അത് കുറയുകയാണോ? സി കാറ്റഗറി കുറയുകയാണോ? അല്ലല്ലോ. നിങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ. ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ ദിവസം ഇത് പരീക്ഷിച്ചിട്ട് അതിൻ്റെ ശരാശരി എടുക്കണം.
അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശരി തന്നെ സി കാറ്റഗറിയിൽ ആദ്യം മുതൽ കോമോർബിഡിറ്റി ഉള്ളവരായിരുന്നു 99.99%. അല്ലാതെ ആരെങ്കിലും നിങ്ങൾ പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ ആ ചികിത്സാ വൈദഗ്ധ്യം കൊണ്ട് അവരുടെ ജീവൻ തകരാറിലാക്കിയിട്ടുണ്ട്. അല്ല അവർക്ക് ഉണ്ടായ ഒരു ഒറിജിനൽ സിവിയറിറ്റി അല്ല, അതൊന്ന് മനസ്സിലാക്കുക. ഈ പറഞ്ഞ 2 വാദങ്ങളും തെറ്റാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഈ വാക്സിൻ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. പിന്നെ നിങ്ങളുടെ 3ാമത്തെ വാദം എന്ന് പറയുന്നത് അത് വളരെ സ്വീകാര്യമായൊരു വാദമാണ്. എന്നുവെച്ചാൽ ഹൈബ്രിഡിറ്റിയെക്കുറിച്ച്, വാക്സിൻ ഹൈബ്രിഡിറ്റി. അതായത് ഈ നിങ്ങൾ വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഈ രോഗം വന്നു പോയിട്ടുണ്ടെങ്കിൽ വാക്സിൻ കൂടെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ഇരട്ടയാകും. അതായത് ഔട്ട്സൈഡ്, അതായത് നോൺ വാക്സിൻ ആയിട്ടുള്ള ഒരു നമ്മൾ കൊടുക്കുന്ന ഈ ഇതിനൊരു ക്ലിനിക്കൽ വാക്സിൻ എന്ന് വേണമെങ്കിൽ പറയാം, ഈ കോവിഷീൽഡിനൊക്കെ. അപ്പോൾ ഈ നോൺ വാക്സിൻ ഇതൊന്നും ഡ്രഗല്ല, രോഗം ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള രോഗപ്രതിരോധത്തിനുള്ള ഉപകരണമാണ്. സോഷ്യൽ വാക്സിൻ്റെ പോലെ തന്നെ ഉള്ള മറ്റൊരു വാക്സിനാണ്. ഈ വാക്സിൻ കൊടുക്കുമ്പോഴത്തേക്ക് മുമ്പ് നിങ്ങൾക്ക് രോഗം വന്നപ്പോൾ ആ രോഗത്തിൽ നിന്ന് ഒരു ഇമ്മ്യൂണിറ്റി, ഒരു സ്പോണ്ടേനിയസ് ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ വാക്സിനും കൂടെ ആകുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി. രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് അതൊരു ഹൈബ്രിഡായിട്ട് മാറുകയാണ്. എന്താണ്? ഒന്ന്, നമ്മുടെ ശരീരത്തിൽ രോഗം വന്ന് സ്വാഭാവികമായി ഉണ്ടായ ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഉത്കർഷം. രണ്ടാമത് ഇതങ്ങോട്ട് കുത്തിവെക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയുടേതായിട്ടുള്ള ഒരു പവർ. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി കിട്ടും. അത് ഈ ഒരിക്കലെങ്കിലും വന്നു പോകാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അതുമല്ല, പിന്നെ രണ്ടാമതൊരു വിഭാഗമുണ്ട്. നിങ്ങൾ ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കൽ കോവിഡ് വരികയാണെങ്കിൽ ഈ ഇമ്മ്യൂണിറ്റി ഒന്നുകൂടെ വർദ്ധിക്കും. വാക്സിനേഷൻ്റെ ഇമ്മ്യൂണിറ്റി ആദ്യം ഉണ്ടാകും, അത് കഴിഞ്ഞതിന് ശേഷം ആ രോഗം വന്നതിൻ്റെ ഒരു സ്പെഷ്യൽ ഇമ്മ്യൂണിറ്റിയും കൂടെ ഉണ്ടാകും. അപ്പോൾ രോഗം വരുമ്പോഴുണ്ടാകുന്നൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, ആ വാക്സിൻ സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി ഉണ്ട്. അത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഇരട്ട ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. അതിനാണ് ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇത് ഒരു വലിയ തരത്തിൽ ഇത് ശാസ്ത്രീയമാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു എക്സിസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റിയെ ഒരു വലിയ പരിധി വരെ താഴ്ത്തിക്കൊണ്ടായിരിക്കും, അതായത് വാക്സിൻ വന്നതിന് ശേഷം ഈ രോഗം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഹൈബ്രിഡൈസേഷനിലൂടെ വർദ്ധിക്കുമെന്ന് പറയുന്ന വാദം എത്രമാത്രം ശരിയാണ്? ആദ്യം പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ സമ്മതിക്കാം. നേരത്തെ നിങ്ങൾക്ക് രോഗം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ഇമ്മ്യൂണിറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ഈ പറഞ്ഞതുപോലെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ജി എന്ന് പറയുന്ന വിഭാഗം കുറേ കൂടെ അലർട്ടാകാൻ സാധ്യതയുണ്ട് ഒരു പ്രാവശ്യം വന്നു പോയതുകൊണ്ട്. അത് ശരിയാണ്. കാര്യം വെച്ചാൽ നിങ്ങൾ സ്വയം തന്നെ രോഗത്തെ തോൽപ്പിച്ച് അയച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ഈ പറഞ്ഞ ആൻറ്റിബോഡീസുമായിട്ട് ഏറ്റുമുട്ടി രോഗം പുറത്തു പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഒരു പ്രാവശ്യം രോഗം വന്നതിന് ശേഷം അത് നമ്മളെ വിട്ടുപോകുമ്പോഴത്തേക്ക് അതിനെ നമ്മളെ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇറ്റ് ഡസൻ ബിക്കം ഈവൻ ആൻ ഇൻഫെക്ഷൻ. അതൊരു ഇൻഫെക്ഷൻ പോലും ആകുന്നില്ല. അത് നമ്മുടെ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സവിശേഷതകൾ മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ അത് പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറേ കൂടെ പവർഫുള്ളാകും. ദാറ്റ് ഈസ് ഓക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും വാക്സിനേഷൻ എടുക്കുമ്പോഴത്തേക്ക് ഇമ്മ്യൂണിറ്റി ഒന്നുകൂടെ റൈസ് ചെയ്യും. ആ ഹൈബ്രിഡിറ്റി അംഗീകരിക്കാം. പക്ഷേ ഈ രണ്ടാമത് പറയുന്ന ഹൈബ്രിഡിറ്റിയിലെ സംശയങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറിജിനലായിട്ടൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഇമ്മ്യൂണിറ്റിക്ക് പുറമേ, അതായത് സാധാരണഗതിയിൽ ഈ രോഗം വന്നാൽ അതിനെ തോൽപ്പിച്ചയക്കാൻ ശേഷിയുള്ളൊരു ഇമ്മ്യൂണിറ്റി നിങ്ങളുടെ ശരീരത്തിലുള്ളത് കൊണ്ടാണ് ഇത് രോഗം വന്നിട്ട് പോകുന്നത്. അപ്പോൾ രോഗം വന്നിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു ഇമ്മ്യൂണിറ്റിയെ പോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിനൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഇമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കെ നിങ്ങൾ വാക്സിനും കൂടെ എടുക്കുന്നു. വാക്സിനും കൂടെ എടുക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഡബിൾഡ്. ഇമ്മ്യൂണിറ്റി ഈസ് ഡബിൾഡ്. ദി സ്പോണ്ടേനിയസ് ഇമ്മ്യൂണിറ്റി ഈസ് ദെയർ ആൻഡ് ദി ഇമ്മ്യൂണിറ്റി ഈസ് ഡബിൾഡ്. ഇമ്മ്യൂണിറ്റി ഡബിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുകയാണ്. ഇൻഫെക്ഷൻ ഉണ്ടായതിന് ശേഷം ആ ഇൻഫെക്ഷൻ വന്നിട്ട് അത് ഒരു വലിയ പരിധി വരെ നമ്മുടെ ഈ ഡബിൾഡ് ഇമ്മ്യൂണിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ഈ രണ്ടാമത് വരുന്നത്. അപ്പോൾ ഈ രണ്ടാമത് വരുമ്പോഴത്തേക്ക് രണ്ടാമത് വന്നിട്ട് മരിച്ചു പോയവരുമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ രണ്ടാമത് വരുന്നത് കുറച്ചുകൂടെ ഈ നിങ്ങളുടെ ശരീരത്തിൻ്റെ നിങ്ങൾ എടുത്ത വാക്സിൻ്റെയും എല്ലാ ഇമ്മ്യൂണിറ്റിയെയും ഓവർകം ചെയ്യാൻ ശേഷിയുള്ള ഒരു ഇതുകൊണ്ട് ആയിരിക്കും ഒരു പക്ഷേ അത് നിങ്ങളുടെ ശരീരത്തിൽ അതൊരു ഇൻഫെക്ഷനായിട്ട് മാറുന്നത്. അങ്ങനെ ഇൻഫെക്ഷനായിട്ട് മാറുകയാണെങ്കിൽ ദർ ഈസ് റീസൺ ഫോർ ഇറ്റ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി കോമോർബിഡിറ്റി ഉണ്ടെങ്കിൽ അതങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ ഗുരുതരമായ സ്വഭാവത്തിൽ എത്തിച്ചേരുകയും ചെയ്യാം. അതുകൊണ്ട് ഈ രണ്ടാമത് പറയുന്നത് ഭാഗികമായിട്ട് നമുക്ക് അംഗീകരിക്കാം. ആ ഹൈബ്രിഡിറ്റി അവിടെ നിങ്ങളുടെ ഹൈബ്രിഡിറ്റി ഇരട്ടിക്കും. അതായത് ഇത് വരുമ്പോഴത്തേക്ക് നേരത്തെ വാക്സിൻ കൂടി എടുത്തതുകൊണ്ട് ഈ വരുന്ന അതൊരു ഇൻഫെക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ആ ഇൻഫെക്ഷൻ്റെ ആദ്യത്തെ ആ ഒരു തലം അത് വരുമ്പോഴത്തേക്ക് തന്നെ അതിനെ റെസിസ്റ്റ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് അയക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡിറ്റി എന്നുള്ള രീതിയിൽ അംഗീകരിക്കാൻ പറ്റും. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് എ പേഷ്യൻ്റ് വിത്ത് അതർ മോർബിഡിറ്റീസ് ഇറ്റ് കനോട്ട് ബി അഡ്മിറ്റഡ്. എന്നുവെച്ചാൽ ഒരു ഇൻഫെക്ഷൻ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞതിന് ശേഷവും നിങ്ങളുടെ ശരീരത്തെ എന്തെങ്കിലും ഈ തരത്തിലുള്ള ഒരു രോഗം ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ലോ ആയി പോയതുകൊണ്ടാണ്. എങ്ങനെയാണ് മറ്റു രോഗങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ലോ ആയിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ രണ്ടാമത് വീണ്ടും ഇത് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇത് മുഴുവനും അൺസയൻറ്റിഫിക്കാണ്. ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും യാതൊരു വ്യക്തതയില്ല. ഈ ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് അത് വീണ്ടും പഠന വിധേയമാക്കേണ്ടതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് കോമോർബിഡിറ്റി ഉള്ളവരിലാണോ ഈ സെക്കൻഡ് ടൈപ്പ് ഈ ഹൈബ്രിഡിറ്റി നിങ്ങൾ കാണുന്നത് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ്. അത് വേറൊരു വസ്തുതയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നിങ്ങളുടെ ഈ വാക്സിനേഷൻ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എടുത്താലും എടുത്തില്ലെങ്കിലും വരും. ആ രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. കേരളത്തിലെ ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി കുറവാകുന്നതിന് പ്രതിരോധ ശേഷി കുറവാകുന്നതിന് കാരണം കേരളത്തിൽ കൂടുതലായിട്ട് ആളുകൾക്ക് രോഗം വന്നിട്ടില്ല. മറ്റുള്ളിടത്തൊക്കെ കൂടുതലായിട്ട് ഈ രോഗം വന്നിട്ടുണ്ട്. WHO പറയുന്നത് 80% പേർക്കും ഹോസ്പിറ്റലൈസേഷൻ കൂടാതെ തന്നെ ഭേദമാകുന്ന ഒരു രോഗമാണ് ഇത്, ഈ കോവിഡ് എന്നാണ് ആര് പറയുന്നത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രോഗത്തിൻ്റെ സ്വഭാവത്തെ പർവ്വതീകരിക്കാതെ ഇത് ഇത്ര മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ അത്യാഹിതങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഒരു ദിവസം 30,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് കള്ളക്കണക്കൊക്കെ എഴുതി വയ്ക്കുമ്പോൾ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തി കള്ളക്കണക്ക് എഴുതി വയ്ക്കുന്നത് വലിയൊരു സാമൂഹ്യ ദ്രോഹമാണ് ഡോക്ടർ. അങ്ങനെ ചെയ്യരുത്. താങ്കളൊരു ഡോക്ടറാണല്ലോ, താങ്കൾക്കറിയാമല്ലോ ആൻറ്റിജൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ക്ലിനിക്കൽ ടെസ്റ്റ്. അതൊരു സെൻറ്റിനൽ സർവൈലൻസിന് വേണമെങ്കിൽ വേണ്ടി ഉപയോഗിക്കാം എന്ന് മാത്രമേ WHO പറഞ്ഞിട്ടുള്ളൂ. അത് വെച്ച് നിങ്ങൾക്ക് രോഗം കൺഫേം ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു ഡോക്ടർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് നാളെ ഇവിടെ എഴുതാമോ? ഇതുപോലൊരു ലേഖനം എഴുതുമ്പോഴത്തേക്ക് ഡോക്ടർ സുരേഷ് കുമാറിൻ്റെ സ്വന്തം പേര് വെച്ചിട്ട് ഈ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് കൊണ്ട് രോഗം കൺഫേം ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് ഈ ദേശാഭിമാനിയിലൊന്ന് എഴുതാമോ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പേര് വെച്ചൊന്ന് എഴുതാമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് ചലഞ്ച് ഇറ്റ് ഇൻ ദി കോർട്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാനത് കോർട്ടിൽ ചലഞ്ച് ചെയ്യും. നിങ്ങൾക്ക് അതുപോലെ രണ്ടാമത് ICMRൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതായത് കീമോതെറാപ്പി കഴിഞ്ഞൊരു പേഷ്യൻറ്റ്, ഹൃദ്രോഗം ക്രോണിക് ഹൃദ്രോഗമുള്ളൊരു പേഷ്യൻറ്റ്, ഡയബറ്റീസ് ഉള്ളൊരു പേഷ്യൻറ്റ്, ഇൻഫ്ലുവൻസ ഉള്ളൊരു പേഷ്യൻറ്റ്, ഇവർക്ക് ആർക്കും നിങ്ങൾ കോവിഡ് ടെസ്റ്റ് കൺഫേം ചെയ്തിട്ടില്ല, ടെസ്റ്റ് നടത്തിയിട്ടില്ല, അങ്ങനെയുള്ള ഒരാൾ മരിക്കുകയാണെങ്കിൽ അല്ല ഇൻകൺക്ലൂസീവ് രോഗത്തിൻ്റെ കാരണം ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലാത്ത കേസ്, അതൊക്കെ കോവിഡിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ICMRൻ്റെ നിർദ്ദേശം. അത് ദേശാഭിമാനിയിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതെന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഇത് ശരിയാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് ദേശാഭിമാനി എഴുതാമോ? എഴുതുകയാണെങ്കിൽ ഐ വുഡ് ചലഞ്ച് ഇൻ ദി കോർട്ട്. ആധികാരികമായിട്ട് നിങ്ങളത് പറയണം, നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ നേരത്തെ ഈ മറ്റേ ഒരു കക്ഷി ഉണ്ടല്ലേ, സതീശൻ എന്നും പറഞ്ഞൊരു കക്ഷി, അദ്ദേഹം എങ്ങനെയാണ് പ്രതിപക്ഷമാകുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗവൺമെൻറ് എന്ത് നല്ല കാര്യം ചെയ്താലും അത് ചീത്തയായിട്ട് പറയണം എന്നുള്ളൊരു ഉണ്ടല്ലോ. ഗവൺമെൻറ് ചെയ്യാവുന്ന നല്ല കാര്യം എന്ന് പറയുന്നത് ആക്ച്വലായിട്ടുള്ള ഡെത്ത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഏതാണ്ട് അങ്ങനെയൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് ICMRൻ്റെ ഈ കടിതം കയറി വരുന്നത്. കടിതം കയറി വന്നിട്ടും അവരത് മൈൻഡ് ചെയ്തില്ല.
എന്നുവെച്ചാൽ അത് ഇൻസെൻസിബിളാണ്. ഇറ്റ് ഷുഡ് ബി ചലഞ്ച് ബൈ ദി ഗവൺമെൻറ് ഇറ്റ് സെൽഫ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അത് ചലഞ്ച് ചെയ്യേണ്ടതാണ്, ചെയ്തില്ല. പിന്നെ അതനുസരിച്ച് ആൾപ്പെരുപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ആൾപ്പെരുപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരാണ് ഇവിടുത്തെ പ്രേമേന്ദ്രനും ഈ മറ്റുള്ള ഈ കക്ഷികളൊക്കെ. ഇവൻ്റെയൊക്കെ പാർട്ടി ഇങ്ങനെ ആയി പോകുന്നതിൽ അത്ഭുതം എന്താ? അതായത് ഒരു ഗവൺമെൻറ് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരണക്കണക്ക് നിർണ്ണയിക്കുന്നതിൽ യാതൊരു കാരണവശാലും സ്വീകാര്യമല്ലാത്ത നിബന്ധനകളാണ് ICMR വെച്ചിരിക്കുന്നത്. ICMR ഇവരുടെ പാർട്ടിയൊന്നുമല്ലല്ലേ. ICMR മോദി നടത്തുന്നൊരു സംഘമാണ്. അപ്പോൾ നിങ്ങൾക്ക് BJPയോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല, CPMനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് അർത്ഥമുണ്ടെന്ന് നോക്കിയായിരുന്നു. എന്തെങ്കിലും ഒരു പ്ലാൻ കമ്മിറ്റ്മെൻ്റ് മേലിൽ തടി രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറയായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഇല്ലാതിരിക്കുക. നിങ്ങൾ ഈ പറഞ്ഞില്ലേ, അവർ പറയുന്ന പോലെ ചെയ്യണം, അവർ പറയുന്ന അബദ്ധങ്ങൾ ചെയ്ത് ജനങ്ങളെ ഇത്രയും കഷ്ടത്തിലാക്കണമെന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ടി യഥാർത്ഥത്തിൽ ഇതിന് ചരിത്രത്തിൽ നിലനിൽക്കാൻ അവകാശമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്ക് യാതൊരു തരത്തിലും അതിൻ്റെ ചരിത്രത്തിൽ നിൽക്കാൻ അവകാശമില്ല. ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞാനിപ്പോഴും കരുതുന്നു, രമേശ് ചെന്നിത്തല ആയിരുന്നു പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഹി വുഡ് ഹാവ് ചലഞ്ച്ഡ് ഇറ്റ്. അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന ഈ അഴിമതി കഥകളിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള വളരെ വ്യക്തമായൊരു നിലപാട്, അങ്ങനെ ഒരു പലരെയും അൺകവർ ചെയ്യുന്ന ഒരു ഇത് പുറത്തു കൊണ്ടുവരണം. അതായത് ഇതിനകത്ത് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് നടത്തുമ്പോഴത്തേക്ക് സ്വർണ്ണക്കടത്തിൽ ഈ സ്വപ്ന സുരേഷും ശിവശങ്കരനൊന്നും അല്ല അതിൻ്റെ യഥാർത്ഥ ബെനിഫിഷ്യറി. ദേ ആർ ബിഗ് ഗൺസ്, വലിയ തിമിംഗലങ്ങളാണ്. ആ തിമിംഗലങ്ങൾക്കെതിരെയാണ് നീങ്ങുന്നത്. ആ തിമിംഗലങ്ങൾക്ക് എതിരെയാണ് നീങ്ങുന്നത്. അങ്ങനെ ഒരു കേസ് പ്രതിപക്ഷം കുത്തിപ്പൊക്കിക്കൊണ്ട് വരണമെങ്കിൽ ആ തിമിംഗലങ്ങളുടെ ശത്രുത പിടിച്ചു പറ്റേണ്ടി വരും. ആ ശത്രുത പിടിച്ചു പറ്റിയത് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കോൺഗ്രസ് അങ്ങ് താഴെ പോയത്. അങ്ങനെ താഴെ പോയി വീണ് കിടന്നാലും അത് ധീരോദാത്തമായൊരു പരാജയമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തിമിംഗലങ്ങൾ ഉൾപ്പെടുന്ന ഈ സ്വർണ്ണക്കള്ളക്കടത്ത്, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുമ്പോൾ നമുക്ക് വൻകിട ജ്വല്ലറികൾ ഉണ്ടായി വരുന്നു. അവരുടെ പരസ്യങ്ങൾ നിത്യവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ സാമ്പത്തികമായ അസ്ഥിവാരം തകരുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കേസ് അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നു. ആഴക്കടലിൻ്റെ കേസ് അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നു. അത് പറഞ്ഞില്ലേ, നമ്മുടെ തീരദേശത്തെയും കടലിനെയും വഞ്ചിക്കുന്ന ഏറ്റവും കുറ്റകരമായ ഒരു കൃത്യമാണ്. അത് അദ്ദേഹം പുറത്തു കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിനകത്ത് വൻ തോക്കുകളാണ്. വിദേശത്തു നിന്നൊക്കെ അതിൻ്റെ ഏജൻറ്റന്മാർ ഇവിടെ കറങ്ങി വരികയും മെഴ്സിക്കുട്ടിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുകയും മെഴ്സിക്കുട്ടിയെ തോൽപ്പിക്കുന്നതിൽ ബദ്ധശ്രദ്ധ. മെഴ്സിക്കുട്ടി അറിഞ്ഞിട്ടുള്ള കാര്യമല്ല ഇത്. അവർ ഫിഷറീസ് മിനിസ്റ്റർ ആണെങ്കിലും അവരറിഞ്ഞിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ഒരു തൻ്റെ ഇടം കാണിച്ച രമേശ് ചെന്നിത്തല ഈ കാര്യത്തിലും ഒരു തൻ്റെ ഇടം കാണിക്കുമായിരുന്നു. ICMRൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോഴേ ചുരുട്ടുകൂട്ടി എറിയേണ്ടുന്ന ഒരു സാധനമാണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഈ ഗവൺമെൻറ് പറയണമെന്ന് പറയാനുള്ള തൻ്റെ ഇടം ഒരു പക്ഷേ രമേശ് ചെന്നിത്തല സ്വീകരിക്കുകയായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല അതോടുകൂടി കോൺഗ്രസ് നിന്ന് പുറത്താക്കുകയും ചെയ്യുമായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് അതിനുള്ള ഒരു പാർട്ടി അല്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഡോക്ടർ സുരേഷ് കുമാറിനോട് വളരെ വിനയപൂർവ്വം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഈ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റിലൂടെ രോഗം കൺഫേം ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് അടുത്ത ദിവസത്തെ ദേശാഭിമാനിയിൽ ഒരു ലേഖനം എഴുതാമോ? പിന്നെ ICMRൻ്റെ ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള അത് അണ്ടർലൈങ് ഡിസീസാണ് കോസ് എന്ന് പറയുന്ന WHO-യുടെ ആ നിർദ്ദേശമായിട്ട് പൊരുത്തപ്പെടുന്നതാണോ? എങ്ങനെ അത് ശരിയാകും? അതിനെ സാധൂകരിച്ചുകൊണ്ട്, നിങ്ങളുടെ മരണക്കണക്കിനെ സാധൂകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ദേശാഭിമാനിയിൽ ഒരു ലേഖനം എഴുതാം. Then I would challenge it into court because we have documents. WHO-യുടെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സാമാന്യ ബുദ്ധിയുണ്ട്. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ കാളമൂത്രം പോലെ അവിടെയും ഇല്ലാതെ ഇവിടെയും ഇല്ലാതെ വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പോകുന്നത് ശരിയായ ഒരു കാര്യമില്ല. അപ്പോൾ ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റിയുടെ കഥയും കഴിഞ്ഞു. പിന്നെ അദ്ദേഹം വളരെ നല്ലൊരു കാര്യം പറയുന്നു. അവിടെ അദ്ദേഹത്തെ അഭിനന്ദിച്ചേ പറ്റൂ. നല്ല മനുഷ്യനാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ പാറ്റേൺ അനുസരിച്ച് അച്ചടക്കമുള്ള ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ
മുകളിൽ നിന്ന് പറയുന്നവരെ വിനീതമായി അനുസരിക്കുന്നു എന്ന കുറ്റത്തിൽ കവിഞ്ഞ് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ടും അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും കോവിഡാനന്തര പ്രശ്നങ്ങളെ ഒരുപാട് ജാഗ്രത പുലർത്തണം. മൂന്നാം തരംഗം വന്നാൽ, അദ്ദേഹം പറയുന്നതിൽ വളരെ രസമുള്ളൊരു കാര്യമുണ്ട്, മൂന്നാം തരംഗം വന്നാൽ അത് കുട്ടികളെയാകും കൂടുതലായി ബാധിക്കുക. മൂന്നാം തരംഗം വന്നു കഴിഞ്ഞാൽ ആ വൈറസിന് കുട്ടികളോട് പ്രത്യേകിച്ച് താല്പര്യമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇദ്ദേഹം അതങ്ങ് പൊളിച്ചെഴുതുകയാണ്. മൂന്നാം തരംഗം വന്നാൽ അത് കുട്ടികളെയാകും കൂടുതലായി ബാധിക്കുക എന്ന് പറയാനുള്ള പ്രധാന കാരണം കുട്ടികൾക്ക് വാക്സിൻ നൽകിയിട്ടില്ലാത്തതാണ്. അതാണ് അതിൻ്റെ കാരണം. അതായത് ഒരു സെക്ഷൻ നമ്മൾ ഒഴിച്ചു നിർത്തിയിട്ടാണ് വാക്സിൻ കൊടുത്തത്. അപ്പോൾ ഇനി ഒരു തരംഗം വരികയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആർക്ക് കൊടുക്കും നമ്മൾ വാക്സിൻ? ഇത് കുട്ടികളൊഴികെയുള്ള എല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാക്സിൻ ചിലവാണ്ടേ? അപ്പോൾ ഒരു മൂന്നാം തരംഗം വന്നേ പറ്റൂ. അദ്ദേഹം അത് പച്ചയ്ക്കങ്ങ് പറയുകയാണ്. അല്ലാതെ വേറെ, അതായത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു പ്രത്യേക തരത്തിലൊരു ജനറ്റിക് ഒരു വേരിയേഷനായിട്ട് വരുന്ന ഒരു പ്രത്യേക തരം വാക്സിനാണ്. അത് ശിശുക്കളെ കൂടി ബാധിക്കുന്നതാണ്, അല്ലെങ്കിൽ കുട്ടികളെ കൂടി ബാധിക്കുന്നതാണ്. അതുകൊണ്ട് കൊടുക്കുകയല്ല, ഈ 2 വാക്സിന് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ മൂന്നാം തരംഗം വരുമ്പോഴത്തേക്ക് ബാക്കി നിൽക്കുന്ന കുട്ടികൾക്ക് കൂടി കൊടുക്കുന്നത്. പിന്നെ അതിനെ എന്തിനാണ് മൂന്നാം തരംഗം എന്ന് വിളിക്കുന്നത്? എന്തിനാണ്? ഈ പഴയത് തന്നെ എക്സിസ്റ്റ് ചെയ്താലും കുട്ടികൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് വാക്സിൻ കൊടുത്താലല്ലേ പറ്റൂ. ഈ വാക്സിൻ കുട്ടിക്ക് കൊടുത്താൽ എന്താ തകരാറുണ്ടാവും? ഇത് കൊടുത്താൽ മുതിർന്നവർക്ക് കൊടുത്താൽ അവർക്ക് യാതൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ലെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കുട്ടികൾക്ക് കൊടുത്താലും കുട്ടികൾക്കും യാതൊരു പ്രയോജനം ഉണ്ടാകില്ല, ഗുണവും ഇല്ല ദോഷവും ഇല്ല എന്നുള്ളൊരു മട്ടിലാണ്. പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇനക്കേടുകളൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് ഈ മൂന്നാം തരംഗം എന്ന് പറയുന്നത്? വാക്സിൻ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല, അപ്പോൾ അതിന് നമുക്കൊരു എക്സ്ക്യൂസ് വേണം. ആൻഡ് ദാറ്റ് എക്സ്ക്യൂസ് ഈസ് സപ്പോസ് ടു ബി ദി തേർഡ് വേവ്. അതാണ് അദ്ദേഹം വളരെ ശുദ്ധഗതികാരനാണ്. അതുകൊണ്ട് അത് നേരിട്ടങ്ങ് പറയാണ്, കുട്ടികൾക്ക് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് മൂന്നാം തരംഗം കുട്ടികളെ ഉദ്ദേശിച്ചാണ് വരുന്നത്. കുട്ടികളെ ഉദ്ദേശിച്ചാണ് മൂന്നാം തരംഗം വരുന്നതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അതല്ല, നമുക്ക് മൂന്നാം തരംഗം കുട്ടികളെ ഉദ്ദേശിച്ചാണെന്ന് പറയാൻ കാരണം നമ്മൾ ഇതുവരെ അവർക്ക് അതിനുള്ള വാക്സിൻ കൊടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ സ്കൂളുകൾ തുറക്കുന്നതിനെപ്പറ്റി ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് തന്നെ അറിയാം ഇതൊരു പ്രഹസനമാണ്. അതുകൊണ്ട് അദ്ദേഹം തുറന്നെഴുതുകയാണ്, വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തുറന്നതുപോലെ സ്കൂളുകൾ തുറക്കണം. പിന്നെ അദ്ദേഹം പറയുന്നത്, രോഗികളുടെ എണ്ണവും TPR-ഉം കൂടുന്നതും ലോക്ക്ഡൗൺ പോലുള്ള കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് ഇനി പോകേണ്ട ആവശ്യമുണ്ടാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറയാം, നല്ല മനസ്സുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ബഹുമാനം തോന്നുന്നുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കോഡ് ഓഫ് കോണ്ടക്റ്റ്, ഗവൺമെൻറ്റിൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റും ഗവൺമെൻറ്റിൻ്റെ ഈ പ്രോട്ടോക്കോളും ഒക്കെ ഉണ്ടാക്കുന്ന വേറെ ഏതോ ചില ശക്തികളാണ്. അതിനെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഇതോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അദ്ദേഹത്തിന് ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നന്നായിട്ട് അറിയാം. അദ്ദേഹം വളരെ സത്യസന്ധതയോടുകൂടിയാണ് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. വളരെ ബഹുമാനം തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ അവകാശമില്ല. രോഗികളുടെ എണ്ണവും TPR-ഉം കൂടുന്നത് മൂലം എണ്ണം കൂടട്ടെ, TPR കൂടട്ടെ. നിങ്ങളിപ്പോൾ TPR കൂടുന്നതിൻ്റെ പേരിലാണ് വാർഡൊക്കെ അടച്ച് ബന്ധനസ്ഥമാക്കുന്നത്. പക്ഷേ അദ്ദേഹം അവിടെ വളരെ ബോൾഡായിട്ട് പറയാണ്, രോഗികളുടെ എണ്ണവും TPR-ഉം കൂടുന്നത് മൂലം ലോക്ക്ഡൗൺ പോലുള്ള കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് ഇനി പോകേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. അവിടെ അദ്ദേഹം അസർട്ട് ചെയ്ത് പറയാണ്. മറ്റുള്ള കാര്യത്തിൽ നമ്മൾ അങ്ങനെ കരുതിയിരുന്നു എന്നേ പറയുന്നു. ഇവിടെ പോകേണ്ട ആവശ്യമുണ്ടാകുന്നില്ല, ഇനി ലോക്ക്ഡൗണിലേക്ക് പോകേണ്ടുന്ന ആവശ്യമുണ്ട്. TPR എത്ര മുകളിലോട്ടോ പോകട്ടെ, ലോക്ക്ഡൗണിലേക്ക് പോകേണ്ടത്, രോഗികളുടെ എണ്ണം എത്രയോ കൂടട്ടെ, ലോക്ക്ഡൗണിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ തന്നെ ധാരാളമാണ്. അടച്ചുപൂട്ടിയ ഇടങ്ങൾ ഒഴിവാക്കി തുറന്ന ഇടങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കുക. ഇത് അദ്ദേഹം വളരെ സയൻറ്റിഫിക്കായിട്ട് പറയുന്ന കാര്യമാണ്. ഇത് വേറെ ആരുമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടാണ്. അദ്ദേഹം പറഞ്ഞില്ലേ, അദ്ദേഹം ആദ്യം ഈ ഒഫീഷ്യലായിട്ടുള്ള നിലപാടിനെ ഇങ്ങനെ തഴുകി വന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെ സംശയിച്ചു, ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. പക്ഷേ അവസാനം അദ്ദേഹം വളരെ ടാക്റ്റിക്കലായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. വളരെ തന്ത്രപരമായിട്ട് ഈ മനസ്സിലാക്കാൻ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഈ ദുഷ്ടചിന്തകളെ എങ്ങനെ തന്ത്രപരമായി തടയിടാം എന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സ്കൂളുകൾ തുറക്കണമെന്ന് പറയുന്നത്.
അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുന്ന TPR ഉയരട്ടെ, എണ്ണപ്പെരുപ്പം ഉണ്ടാകട്ടെ, പക്ഷേ നിങ്ങളുടെ ലോക്ക്ഡൗൺ ഇനി വേണ്ട എന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുകയാണ്. ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ തന്നെ ധാരാളമാണ്. അടച്ചുപൂട്ടിയ ഇടങ്ങൾ ഒഴിവാക്കി തുറന്ന ഇടങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അടച്ചുപൂട്ടിയ ഇടങ്ങൾ ഒഴിവാക്കിയിട്ട് എല്ലായിടും തുറന്ന ഇടങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം, തുറസായ സ്ഥലങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാലും അവസാനം പറയുന്നുണ്ട് അവിടെയെല്ലാം നമ്മൾ മറ്റേ മൂക്ക് കെട്ടിയിട്ട് വരണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാലും ഈ അടച്ചുപൂട്ടലുകൾ ഒഴിവാക്കണം. നിങ്ങൾ മൂക്ക് കെട്ടുന്നെങ്കിൽ കെട്ടിക്കോ, കുഴപ്പമില്ല. ഇപ്പോൾ സ്കൂളെന്ന് പറഞ്ഞാൽ തുറന്നൊരിടമാണ്. അടച്ചുപൂട്ടിയ ഇടം ഒഴിവാക്കിയിട്ട് സ്കൂൾ തുറന്നു വയ്ക്കുക. നിങ്ങളെ മൂക്കിൽ കെട്ടി 5 മിനിറ്റ് ഇടവിട്ട് കൈ കഴുകണമെന്ന് വെച്ചാൽ കഴുകുക. പിള്ളേരുടെ കൈയെല്ലാം കഴുകാൻ വേണ്ടി ഒരു 3-4 തസ്തികകൾ സ്കൂളുകളിൽ സൃഷ്ടിച്ചിട്ട് നമ്മുടെ സഹാക്കന്മാർക്ക് ഒരു ഗസറ്റഡ് ഓഫീസർ റാങ്കിൽ ഒരു സെക്ടറൽ മജിസ്ട്രേറ്റ്, ഒരു 15 സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ ഒരു സ്കൂളിൽ അപ്പോയിൻ്റ് ചെയ്തിട്ട് കുട്ടികൾ കൈ കഴുകുന്നുണ്ടോ, അവർ മൂത്രം ഒഴിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അവരെയും കൂടെ നിയോഗിച്ചിട്ടായാൽ പോലും നിങ്ങൾ സ്കൂളുകൾ തുറക്കുക, തുറന്ന ഇടങ്ങൾ ഉണ്ടാകുക. കൂടുതൽ തുറന്ന ഇടങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് പ്ലേസസ് ഷുഡ് ബി ദെയർ ഓപ്പൺ. പബ്ലിക് സ്പേസസ് ഓപ്പൺ ചെയ്യണം. അവിടെ നിങ്ങൾ വേണമെങ്കിൽ ഈ പ്രതിരോധ നടപടികളൊക്കെ ആയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം രണ്ടാമത് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അറിവുകേടുണ്ടായിരിക്കാം, ഞാനത് വിടുന്നു. പറയുന്നതൊക്കെ എൻ്റെ വ്യക്തിപരമായ അറിവുകേടാണ് സംഭവിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നതിനോട് യോജിക്കാതിരിക്കാൻ ഒക്കില്ല. ഈ കാര്യങ്ങളോട് അദ്ദേഹം പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കൂടുതലായി ഉപയോഗിക്കുക, ആ തുറന്ന ഇടങ്ങൾ ഉപയോഗിക്കുകയും കൂടെ വേണം. ഉപയോഗിക്കുമ്പോൾ മൂക്കി കെട്ടിയാൽ ഉപയോഗിക്കാൻ പറ്റുമോ ഡോക്ടറെ? അത് പറ്റില്ല, പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കൂടുതലായി ഉപയോഗിക്കുകയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അടച്ച ഇടങ്ങളിൽ പെരുമാറുന്നവരുടെ എണ്ണം കുറയ്ക്കണം. എന്നുവെച്ചാൽ വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കണം. ആളുകൾ കൂടുതലായിട്ട് പുറത്തു പോകണം എന്നാണ് അതിൻ്റെ അർത്ഥം. അടച്ച ഇടങ്ങളിൽ ഇരിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കണം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അടച്ച ഇടങ്ങളിൽ ആരാ ഇരിക്കുന്നത്? ഒരു ഓഫീസായാലും നിങ്ങൾ അടച്ചിട്ട് ഒരു റൂമിനകത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊരു കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അത് അടച്ച ഇടമാണ്. നിങ്ങൾ ഒരു വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഐസൊലേഷനിലാണ്, അല്ലെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിൽ 3-4 പേരുണ്ട്, വീട് പൂട്ടിയിരിക്കുകയാണ്, നിങ്ങളുടെ വാർഡ് പൂട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അങ്ങനെയുള്ളവരുടെ എണ്ണം കുറയ്ക്കണം, ആൾ പുറത്തു പോകണം. നിങ്ങൾ വേണമെങ്കിൽ വാർഡ് പൂട്ടിക്കോ, വാർഡിലുള്ള ആൾക്കാർ പുറത്തു പോകട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആവശ്യത്തിന് വായുസഞ്ചാരം ഉറപ്പാക്കുകയും വേണം. വായുസഞ്ചാരം ഉറപ്പാക്കിയ പോരല്ലോ ഡോക്ടറെ, ശ്വസിക്കുകയും കൂടെ വേണ്ടേ? അതിന് നിങ്ങൾ ഈ 3 മാസ്ക് ഇട്ടിരുന്ന എങ്ങനെ നമ്മൾ ശ്വസിക്കുന്നത്? വായുസഞ്ചാരം ഉറപ്പാക്കുന്നത് എന്താണ്? ശ്വാസോച്ഛ്വാസം സുഗമം എന്ന് പറയുന്നൊരു പദം മലയാളത്തിൽ. ശ്വാസോച്ഛ്വാസം സുഗമമാക്കണം എന്നാണ് അദ്ദേഹം പറയേണ്ടത്. ആ സുഗമമാകുന്നത് ഈ പറയുന്ന പൊതു ഇടങ്ങളിൽ ആൾക്കൂട്ടങ്ങളില്ലാത്തിടത്തെങ്കിലും ജനങ്ങളിത് അഴിച്ചു മാറ്റുമ്പോഴായിരിക്കണം. ഇതൊക്കെ ഒരുപാട് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവസാനം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ എത്തിച്ചേരേണ്ടി വരും. അല്ലാതെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുകയില്ല എന്ന് മുഖ്യ ഭരണാധികാരിയോട് ഞാൻ പണ്ട് മുതലേ പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വരേണ്ടി വരും. നിങ്ങൾ ദിവസം 30,000-40,000 എന്നുള്ള രീതിയിൽ ഇത് പടർന്നു പിടിക്കുകയാണ്, TPR അങ്ങ് ആകാശത്തോളം ഉയരുകയാണെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്ന അവസാനം ഡോക്ടർ പറയുകയാണ്. വായു സഞ്ചാരം പ്രധാനമാണ്. അതുകൊണ്ട് റൂമെല്ലാം ബൈൻഡ് ചെയ്തിടാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. നിങ്ങൾ ഒരു വാർഡും നിങ്ങൾക്ക് കൊട്ടിയടയ്ക്കാൻ അവകാശമില്ല. അങ്ങനെ അവകാശമില്ല. പിന്നെ സാമൂഹ്യ അകലവും മാസ്കും കൈ കഴുകലും തുടരണം. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. ഒരുപാട് കാലമായിട്ട് ചെയ്ത് ശീലിച്ചു. കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അനാവശ്യമായിട്ട് തോന്നും. അത്യാവശ്യമല്ലാത്തതും ഒഴിവാക്കുന്നതുമായ പരിപാടികൾ കഴിവതും ഒഴിവാക്കണം. അത്യാവശ്യമല്ലാത്തതായിട്ട് ഏത് പരിപാടിയാണ്? ആളുകൾ അത്യാവശ്യമായിട്ടുള്ളതും ഒഴിവാക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള പരിപാടികൾ പോലും ആളുകൾക്ക് സംബന്ധിക്കാനാവാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. ഇതാണ് എൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു സ്ഥിതി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇനിയിപ്പോൾ RT-PCR മാത്രമേ ചില ജില്ലകളിൽ ചെയ്യുന്നുള്ളൂ എന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന. അത് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു മെഡിക്കൽ മിനിസ്റ്റർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ അവധിയിൽ പോയിരിക്കുകയായിരിക്കും.
അതുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി അവിടെ കയറി അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹമായിട്ട് അങ്ങ് തീരുമാനിക്കും. അദ്ദേഹം തീരുമാനിക്കാനുള്ള കാര്യങ്ങളല്ല ഇത്. അത് തീരുമാനിക്കാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് ആദ്യം മുതലേ അറിയാം, ഈ ഡോക്ടർമാർക്കെല്ലാം ഇതറിയാം. ഈ കാണിക്കുന്നതെല്ലാം ശുദ്ധ കോമാളിത്തരവും ജനവിരുദ്ധവും ക്രൂരവുമായിട്ടുള്ള കൃത്യങ്ങളാണ്. ഇത്രയും 1.5 വർഷക്കാലമായിട്ട് നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് റിലാക്സ് ചെയ്യണം, അത് വേറെ തരത്തിലാക്കി മാറ്റണം. ഇപ്പോൾ എന്താണ് നിങ്ങൾ പറയുന്നതിനകത്ത് യാതൊരു യുക്തിയില്ല. നിങ്ങൾ 8 ജില്ലകളിൽ 80% പേർക്ക്, 80% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വയസ്സിന് മുകളിലുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത്, അതോ 40 വയസ്സിന് മുകളിലുള്ളവരെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും കൊച്ചുങ്ങൾക്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ടോട്ടൽ പോപ്പുലേഷൻ്റെ 80% അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ടവരിൽ 80% പേർക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ളിടത്ത് RT-PCR മതി. RT-PCR മതി എന്ന് പറയുമ്പോഴത്തേക്ക് RT-PCR ചെയ്യാൻ ഇത് അപ്രൂവൽ ICMR കൊടുത്തിട്ടുള്ള 34 ലാബ്സാണുള്ളത്. നിങ്ങൾ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരു ദിവസം ഒരു ലാബിൽ എത്ര RT-PCR ചെയ്യും? നിങ്ങൾ പറഞ്ഞ RT-PCR ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ഇഫ് യു ഫൈൻഡ് ആൻഡ് ഇഫ് യു ആർ ഏബിൾ ടു അസർട്ടൈൻ ദാറ്റ് ദിസ് ഈസ് SARS-CoV-2 മൈക്രോബ്, അതിൻ്റെ ഒരു എലിമെൻ്റാണ്, അതിൻ്റെ ഒരു RNA ആണ് നിങ്ങൾ കണ്ടെത്തുന്നതെന്ന് നിങ്ങൾക്ക് അസർട്ടൈൻ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ, അതായത് ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദാറ്റ് ഓഫ് ക്ലിയറിങ് കണ്ടാമിനേഷൻ. ദാറ്റ് ഈസ് ഓൾ ഇമ്പോർട്ടൻറ്റ്. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ക്ലിയറിങ് കണ്ടാമിനേഷൻ. അതായത് ഇപ്പോൾ ഇൻ്റർനാഷണലായിട്ട് റിപ്പോർട്ട് ചെയ്ത് വരുന്നത്, ലാബ്സ് ആർ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ് ഇൻ എ ഫൈൻ വേ. ക്ലിയറിങ് കണ്ടാമിനേഷൻ കൃത്യമായിട്ട് ലാബുകൾ നിർവഹിക്കുന്നില്ല, അവർക്കത് പൂർണ്ണമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് അതിനെ എഫക്റ്റ് ചെയ്യുമെന്നും യു വോണ്ട് ഗെറ്റ് ദി റിയൽ റിസൾട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു വൈറൽ RNA കിട്ടുന്നു, ആ വൈറൽ RNA SARS-CoV-2 തന്നെ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഇതിൻ്റെ ഈ ക്ലിയർ ചെയ്ത് ആകണം. കണ്ടാമിനേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതില്ലാന്നുണ്ടെങ്കിൽ വേണ്ടാത്തതെല്ലാം കയറി വരും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ പ്രോസസ്സ് വളരെ കോംപ്ലക്സാണ്. ആ കോംപ്ലക്സ് പ്രോസസ്സിൽ നിങ്ങൾ ഡൈ ഒക്കെ കൊടുത്ത് RNA ഈ ഡബിൾ ഹെലിക്സുള്ള DNA ഒക്കെ ആക്കി മാറ്റിയിട്ട് അതിനെ എൻലാർജ് ചെയ്തിട്ട് പലവട്ടമായിട്ട് അതിനെങ്ങനെ നിങ്ങളതിൽ കൂടെ സർക്കിൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ പിന്നെ ഇതിൻ്റെ ഫ്ലൂറസൻ ഡൈ കൊടുത്തിട്ട് ഡൈയുടെ ഹാർഡ്നെസ്സും ഇതിൻ്റെ ഈ സർക്കിൾസിൻ്റെ എണ്ണവും എല്ലാം കൂടെ കണക്കാക്കിയിട്ടാണ് നിങ്ങൾ വർക്ക് ലോഡ് നിർണ്ണയിക്കുന്നത്. ഇത് ഒബ്സർവ് ചെയ്യാനും ഇത് കൃത്യമായിട്ട് അസസ് ചെയ്യാനും പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ടാകണം, നല്ല ടെക്നീഷ്യൻസ് ഉണ്ടാകണം. നമ്മുടെ 1-2 ഗവൺമെൻറ് അല്ലെങ്കിൽ 2-3 ഗവൺമെൻറ് ലാബിൽ അതിനാളുണ്ടായേക്കും ഇങ്ങനെ മെനക്കെട്ടിരുന്ന് ചെയ്യാം. പക്ഷേ ഒരു 1000 എണ്ണം ഒരു ദിവസം ഒരു ലാബിൽ ചെയ്യണം എങ്കിൽ നമ്മൾ 13,000-14,000 വരെ ദിവസം RT-PCR ചെയ്തതെന്നാണ് നമ്മുടെ കണക്ക്. അപ്പോൾ നമ്മൾ 34 ഇതിൽ നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു നിയർലി 500 ഒരു ലാബിൽ നിന്ന് സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരു സമയം ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന 24 മണിക്കൂറിനുള്ള റിസൾട്ടാണല്ലോ. 24 മണിക്കൂറിനുള്ള അതിൻ്റെ റിസൾട്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മനുഷ്യസാധ്യമല്ല. കാരണം വെച്ചാൽ കണ്ടാമിനേഷൻ തന്നെ അതിൻ്റെ പ്രോസസ്സ് പൂർത്തിയാക്കി എടുത്തിട്ട് അത് കൺഫേം ചെയ്ത് വരുമ്പോൾ ഒരു സമയമാകും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ പ്രോസസ്സ് മുഴുവനും ഒരു 4-5 മണിക്കൂറുള്ള പ്രോസസ്സാണെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് അതിൻ്റെ ഒരു അനാലിസിസും അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കലും അതിൻ്റെ വർക്ക് ലോഡ് നിർണ്ണയമാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ സമയം വേണ്ടി വരുന്നത്. അത്രയും പ്രോസസ്സുള്ള ഒരു ടെസ്റ്റ് നിങ്ങൾ ഈ വളരെ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തുന്ന വേഗതയിൽ നടത്തിയിട്ട് ദിവസം 30,000 ടെസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ 50,000 അല്ലെങ്കിൽ 1,00,000 ടെസ്റ്റ് RT-PCR ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെസ്റ്റിനെ തന്നെ അവഹേളിക്കുകയാണ്. അതേ ചെയ്യാൻ പറ്റൂ. ഇവിടുത്തെ ഭരണ സമ്പ്രദായത്തിൽ RT-PCR എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എ മിമിക്രി ഓഫ് RT-PCR. അതങ്ങനെ ചെയ്യരുത്. ഇതൊക്കെ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള സമ്പ്രദായങ്ങളോട് കാണിക്കുന്ന അപരാധമാണ്.
ശാസ്ത്രം എന്ന് പറയുന്നതിന് അതിൻ്റേതായൊരു മൂല്യമുണ്ട്. ആ മൂല്യത്തെ നമ്മൾ അവഹേളിക്കരുത്. അപ്പോൾ ഇനിയിപ്പോൾ 8 ജില്ലകളിൽ RT-PCR മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയാം. ഒരു ജില്ലയിൽ നിങ്ങൾ ഒരു ദിവസം എത്ര RT-PCR ചെയ്യും? ഒരു ജില്ലയിൽ നിങ്ങൾ പറയില്ല. ഇപ്പോൾ ഈ പറഞ്ഞ 34 കേരളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന 34 സ്ഥലങ്ങളിലേക്ക് നിങ്ങളിതിൻ്റെ ഈ സ്വേദം നിങ്ങൾ പാസ് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സേതമായിട്ട് കൊണ്ടുപോയാലേ പറ്റൂ. ഓൺലൈനിൽ സേതം അയക്കാൻ പറ്റില്ലല്ലോ. സേതമായിട്ട് പാസ് ഓൺ ചെയ്ത് കൊണ്ടുപോയി. ഇപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വയനാട് ജില്ലയിലൊരു സേതം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ലാബ് എടുത്ത് കോഴിക്കോട്ടോ മറ്റോ ഉണ്ടായിരിക്കും. അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതിന് തന്നെ എത്ര മണിക്കൂർ എടുക്കും? അപ്പോൾ അവിടെ കൊണ്ടുപോയി അവിടെ അത് ലിസ്റ്റിൽ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ കണ്ടാമിനേഷൻ ക്ലിയർ ചെയ്ത് അതിനെ ലാബിൽ കയറ്റി അതിൻ്റെ പരീക്ഷണം നടന്ന് അതിൻ്റെ വൈറൽ ലോഡ് അസസ് ചെയ്ത് വരുമ്പോൾ ഒരു ദിവസം കൊണ്ട് എന്തായാലും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞില്ല, കൊല്ലത്തൊക്കെ RT-PCR 1 മണിക്കൂർ കൊണ്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് റാപ്പിഡ് PCR ആണ്. റാപ്പിഡ് PCR. RT-PCR അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ RT-PCR അങ്ങനെ ചെയ്യുമ്പോൾ 8 ജില്ലകളിൽ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പരിശോധനകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയും. നിങ്ങൾ കുറേ കൂടെ റിയാലിറ്റിയോട് അടുത്ത് വരും. നിങ്ങൾ ജനങ്ങളോട് കുറേ കൂടെ ഉത്തരവാദിത്വ ബോധമുള്ളവരായിട്ട് വരും. അതിന് നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. മരണത്തിൽ മായം കലർത്തുന്ന നിങ്ങൾ RT-PCR മായം കലർത്തുകയില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ആൻറ്റിജൻ ടെസ്റ്റിൽ മായം കലർത്തുന്നത് നിങ്ങൾ RT-PCR മായം കലർത്തുകയില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അപ്പോൾ ആ ഉറപ്പൊന്നുമില്ല. എന്നാലും നമുക്ക് വിശ്വസിക്കാം. ഇനിയെങ്കിലും ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ദയനീയമാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ ആദ്യം തുടങ്ങിയപ്പോഴത്തേക്ക് ശൈലജ ടീച്ചറിൻ്റെ പടമൊക്കെ റോക്കിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ് ഫോറിൻ ജേർണലിസ്റ്റിലൊക്കെ വന്നപ്പോഴേ എനിക്ക് സ്മെല്ല് ചെയ്തതാണ് ദർ ഇസ് എ കോൺസ്പിറസി ടാർഗറ്റിംഗ് കേരള എന്നുള്ളത്. അതായത് പാശ്ചാത്യ മീഡിയ ഇവിടെ വന്ന് ഈ തരത്തിലൊരു പുകില് കാണിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്നും അവസാനം നമ്മളെ ചാണകമാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി ആയിരിക്കുമെന്നും അന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അപ്പോൾ എന്താണ്, ഇൻ്റർനാഷണലായിട്ട് റെക്കഗ്നിഷൻ നമുക്ക് കിട്ടി. ഏറ്റവും സമർത്ഥമായിട്ട് നമ്മളാണ് ഇതിനെ നേരിട്ടത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് കിടക്കുന്ന തമിഴ്നാടിനെയും കർണാടകയെയും പോലും കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നില്ല. സർവ്വലോകങ്ങളെയും നമ്മളാണ് മിടുക്കന്മാരെന്ന് കൺവിൻസ് ചെയ്യിച്ച നമുക്ക് ഇപ്പോൾ തമിഴ്നാടിനെയും കർണാടകയെയും കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നില്ല. നോ എന്ന് ഇന്നലെയും പറഞ്ഞിരിക്കുന്നു കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി. വല്ല അസുഖമുള്ളവരെ വേണമെങ്കിൽ പരിഗണിക്കാം, അല്ലാതെ വന്നു കഴിഞ്ഞാൽ ക്വാറൻറ്റൈൻ ഉണ്ടായേ മതിയാവൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഇനിയെങ്കിലും അത് കറക്റ്റ് ചെയ്യുക, തിരുത്തുക. കൂടെ പറയുമല്ല, എൻ്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്യാതെ തിരുത്താൻ പറ്റും. നമുക്ക് തിരുത്തണം, ഇടയ്ക്കിടയ്ക്ക് തിരുത്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് തെറ്റ് ചെയ്യുന്നുവെന്ന് നമ്മുടെ പ്രധാനപ്പെട്ട നേതാവ് എപ്പോഴും പറയാറുണ്ട്. നമ്മൾ പറ്റുന്ന തെറ്റുകൾ ഇങ്ങനെ തിരുത്തുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ ഇതുവരെ ഇതിൽ പറ്റിയിട്ടുള്ള പിഴവുകൾ, ആ പിഴവുകൾ തിരുത്തുക എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സംസ്ഥാനം രക്ഷപ്പെടും. നിങ്ങൾ ചെയ്ത പൂർവ്വകാല പാപങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ പാപങ്ങൾ അതും കൂടെ ഇതിൻ്റെ കൂടെ കഴുകിക്കളയാൻ പറ്റും. കഴുകിക്കളഞ്ഞിട്ട് നിങ്ങൾക്ക് പുതിയ മനുഷ്യരായിട്ട് പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് വരും. പണ്ടങ്ങനെ ആയിരുന്നു. ഒരു അതല്ലേ പറയല്ലേ, PMS നമ്പൂതിരിപ്പാട്, അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത്? അപ്പോൾ അച്യുതമേനോനൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും ജലദോഷമോ പനിയോ വരാണെങ്കിൽ ഉടനെ തന്നെ ജർമ്മനിയിൽ പോകും ചികിത്സയ്ക്കായിട്ട്. EMS അങ്ങനെ ചികിത്സയ്ക്കായിട്ടെന്ന് പറഞ്ഞ് പോയാലും വേറെ എന്തെങ്കിലും കാര്യത്തിനായിട്ടായിരിക്കും പോകുന്നത്. EMSൻ്റെ അവസാന കാലത്ത് വാർദ്ധക്യമായപ്പോഴത്തേക്ക് അദ്ദേഹം 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായി. അതുമൊക്കെ പാതി ആയപ്പോഴത്തേക്ക് 2 വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് അത് മതിയെന്നും പറഞ്ഞ് അദ്ദേഹം പോയി. അദ്ദേഹത്തിന് അങ്ങനെ മുഖ്യമന്ത്രി ആയിരിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ലായിരുന്നു. പിന്നെ അന്ന് അദ്ദേഹമാണ് ഒരു സീനിയർ ഹേബിൾ ലീഡർഷിപ്പ് എന്നും പറഞ്ഞ് അദ്ദേഹത്തെ പിടിച്ചാക്കിയാണ്. അദ്ദേഹം നമ്പൂരിയാണ്, കുഴപ്പക്കാരനാണ്, എല്ലാം ഞാൻ സമ്മതിച്ചു. അതിലൊന്നും എനിക്ക് രക്തദാഹിയാണ് എന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. രക്തം ഇങ്ങനെ ആളുകളുടെ തലയോടുന്ന് രക്തം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭീകരജീവിയാണ്. പിന്നെ അതുമല്ല പട്ടിയാണ്. EMS നമ്പൂതിരിപ്പാടെന്ന് പറഞ്ഞൊരു പട്ടിയാണ് എന്നാണ് അരുന്ധതി റോയ് അവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവസാനം അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിനി PV ഇരിക്കുന്നില്ല, ഞാനിനി ആക്റ്റീവ് പൊളിറ്റിക്സിൽ നിൽക്കുന്നില്ല, ഞാൻ വീട്ടിലിട്ടില്ലെന്നുണ്ട് വല്ല വായിക്കുക എഴുതുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു വന്നു.
വീട്ടിലിരുന്നു വായിച്ചു, എഴുതി. അദ്ദേഹത്തിന് ഇടയ്ക്ക് ആസ്മയുടെ അസുഖം ഉണ്ടായിരുന്നു, പനിയൊക്കെ ജലദോഷമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ ഈ ന്യൂമോണിയ എന്ന് പറയുന്നത് ഈ കോവിഡ് ന്യൂമോണിയ ഒന്നും അല്ല, കോവിഡൊന്നും വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് പനി വന്നപ്പോഴത്തേക്ക് സാധാരണ അത് കഴിക്കുന്ന മരുന്നൊക്കെ കഴിച്ചു. അത് കൂടി വന്നപ്പോഴും പനിയാണെന്നും പറഞ്ഞ് ഇരുന്നിട്ട് അത് ന്യൂമോണിയ ആയി. അവിടെ അടുത്തുള്ള ആശുപത്രിയിൽ അദ്ദേഹത്തെ സ്ഥിരമായിട്ട് നോക്കുന്ന പൾമണോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുചെന്നപ്പോഴത്തേക്ക് കക്ഷി കരഞ്ഞു പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി രക്ഷപ്പെടുത്താൻ പ്രയാസമാണ്. ഹീ ഡിഡ് നോട്ട് ഗെറ്റ് കെയർ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വേണ്ടത്ര ശ്രദ്ധ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്. അതാണ് അദ്ദേഹത്തിൻ്റെ കഥ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കൺമുന്നിൽ നടന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇത്. എന്നോട് പറഞ്ഞ അദ്ദേഹത്തെ ചികിത്സിച്ച പൾമണോളജിസ്റ്റ് തന്നെയാണ് പറഞ്ഞത്. കുറച്ച് നേരത്തെ 2 ദിവസം നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അത് പറയുമ്പോൾ നമ്മുടെ കണ്ണ് അറിയാതെ നിറഞ്ഞു പോകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ തൻ്റെ ജീവനെപ്പറ്റി ഉത്കണ്ഠ ഉണ്ടായിരിക്കുകയും താൻ എന്തായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി ഉത്കണ്ഠ ഉണ്ടായിരിക്കുകയും അതിൻ്റെ പേരിൽ എന്തൊക്കെ പിടിച്ചു കിട്ടാൻ, ഞാൻ പറയില്ല, ഇപ്പോൾ KR ഗൗരിയമ്മ മുതൽ ചിന്താ ജെറാം വരെയുള്ള സ്ത്രീകളോട് പാർട്ടി ഒരുപാട് അന്യായം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടിയുടെ എത്ര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ സ്ത്രീകളാണ്, പാർട്ടിയുടെ എത്ര AC സെക്രട്ടറിമാർ സ്ത്രീകളാണ്, പാർട്ടിയുടെ എത്ര ജില്ലാ സെക്രട്ടറിമാർ സ്ത്രീകളാണ്. പിന്നെ സംസ്ഥാന കമ്മിറ്റിയിലും CCയിലൊക്കെ സ്ത്രീകൾ വരുന്നുണ്ട്, മന്ത്രിസഭയിൽ സ്ത്രീകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ പഞ്ചായത്ത് നിയമം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് റിസർവേഷൻ വന്നപ്പോഴത്തേക്ക് സർവത്ര സ്ത്രീകളല്ലേ. സ്ത്രീകൾക്ക് എല്ലായിടത്തുമൊക്കെ ആകാം, സെക്രട്ടറിമാരാകാം. പഞ്ചായത്ത് സെക്രട്ടറിമാരായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളില്ലേ? ഉണ്ടല്ലോ. ഈ ഇവിടെ സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറിമാരായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളില്ലേ? ഉണ്ടല്ലോ. അതിനേക്കാളും വലുതാണോ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്നൊരു സ്ഥാനം? അതുപോലെ നമ്മുടെ സംഘടനാ സംവിധാനത്തിൽ സ്ത്രീകൾക്ക് അപ്രാപ്യമായി തീരുകയും പിന്നെ ഒരുവിധമുള്ള സ്ത്രീകളെ പാർട്ടിയിൽ വരികയാണെങ്കിൽ അവരെങ്ങനെ ചെയ്തത്, MC ജോസഫിനായാലും മെഴ്സിക്കുട്ടിയായാലും ചിന്താ ജെറോമായാലും ശൈലജ ടീച്ചറായാലും ആരായാലും അതിൽ ആരോടൊരു പക്ഷാഭേദമില്ല. അവരൊക്കെ പിന്നെ അങ്ങനെ വേറെ ഒരു സ്ത്രീ റെപ്രസെൻറ്റേഷൻ വേണമെന്നുള്ളതുകൊണ്ട് കടന്നു വരുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ആരോടും ഒരു തൃപ്തിയില്ല. CS സുജാത ഇതൊക്കെ ഉദാഹരണമാണ്. അപ്പോൾ ആ ഒരു ടെൻഡൻസി ഉള്ളൊരു പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. അത് നമ്മൾ കുറ്റം പറയാൻ അല്ല, ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അത് വളരെ ഒരു ശീലത്തിൽ നിന്ന് വന്നു പോകുന്നുണ്ട്. പണ്ട് നമ്മുടെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. അതൊക്കെ മാറി വരണമെന്ന രീതിയിൽ നമ്മൾ എപ്പോഴാണ് മുന്നോട്ട് പോവുക. നമ്മൾ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോളം എത്തിയില്ലെങ്കിലും അതിനപ്പുറം എത്താൻ കഴിയുന്നവരാണ് നമ്മൾ എന്നുള്ളൊരു ചിന്ത പുതിയ തലമുറയ്ക്കുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞില്ലേ, ഇവർ പറയുന്ന ഈ ഗ്ലോബലൈസേഷൻ, പോസ്റ്റ് ഗ്ലോബലൈസേഷൻ പീരീഡിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ ആഗോളതലത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന എല്ലാ സിദ്ധാന്തങ്ങളെയും അവഗണിച്ചുകൊണ്ടുള്ള സാമ്പത്തിക നയങ്ങൾ സ്വീകരിക്കുകയും ആ തരത്തിൽ ദൃഢമായിട്ട് ഈ ദുരാഗ്രഹ ചിന്തകളുള്ള ഞാൻ തന്നെയാണ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിന്, പണ്ടത്തെ ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളൊക്കെ നടന്നപ്പോഴത്തേക്ക് ലോക്കൽ കമ്മിറ്റി മെമ്പർമാരെ കാശ് കൊടുത്തും മറ്റ് പ്രലോഭനങ്ങൾ കൊടുത്തും എടുത്തുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ അറിയാം. അത് ലോക്കൽ കമ്മിറ്റി പ്രവർത്തനമായിട്ട് ബന്ധപ്പെടുന്നവർക്കല്ലേ അറിയാം, മുകളിലിരിക്കുന്നവർക്ക് അറിഞ്ഞില്ലല്ലോ. ലോക്കൽ കമ്മിറ്റി തലത്തിൽ തിരഞ്ഞെടുപ്പ് അടക്കം എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഏരിയ കമ്മിറ്റി തലത്തിൽ പൂർവ്വമാറ്റങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചത്, ആ തരത്തിലുള്ള വൃത്തികെട്ട കളികളൊക്കെ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞില്ലേ, ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഇടയിലോ അല്ലെങ്കിൽ BJPക്കാരുടെ ഇടയിലോ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണത്തിൽ അത് ഉണ്ടാകണം. അതുണ്ടായാലും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അവരുടെ പ്രവർത്തനത്തിൻ്റെ ശൈലിയും അവരുടെ ഒരു കാഴ്ചപ്പാടും അതാണ്. അവരത് ഒരു പക്ഷേ ഇമ്പ്രൂവ് ചെയ്ത് വരുമായിരിക്കാം, അത് വേറൊരു കാര്യം, അത് അവരുടെ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഇടതുപക്ഷം ഇനി ഇവിടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്കറിയാം. തിരിച്ച് അതിനൊരു പുനർജന്മം ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ആ പുനർജന്മം ഉണ്ടാകാൻ യാതൊരു സാധ്യത, ഇടതുപക്ഷത്തിന് ഒരു പുനർജന്മം ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള സാധ്യതയെ അപ്പാടെ തള്ളിക്കളയുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് കോവിഡിൻ്റെ കാര്യത്തിൽ കേരള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ അടിയന്തരമായിട്ടുണ്ടാകണം എന്നുള്ളത്, അതായത് ചില മാറ്റങ്ങൾ ഔദ്യോഗിക പക്ഷത്തു നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങുന്നത് കൊണ്ട് ഞാനിതിപ്പോൾ സൂചിപ്പിച്ചു എന്ന് മാത്രം.